യു ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾക്കൊരു കുട്ടി വേണോ? എന്തിനാണ് നിങ്ങൾക്കൊരു ചൈൽഡ് വേണ്ടത്? എന്തും സംഭവിക്കാം, ഒന്നും നിങ്ങളുടെ കയ്യിലല്ല. പക്ഷേ കുഞ്ഞെന്നൊരു സാധനം ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ലൈക്ക്, നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവുന്നത്. ഐ വുഡ് സേ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യണം. എവിടെ നിന്നാണ് ഈ സങ്കടം വരുന്നത്? 7 monthsലാണ് ശരിക്കും പറഞ്ഞ ബേബിക്ക് മനസ്സിലാവുക അമ്മ വേറൊരാളാണ്, ഞാൻ വേറൊരാളാണ്. അതുവരെ ആള് വിചാരിക്കുന്നത് ഞങ്ങൾ ഒരു ഒന്നാണെന്നാണ്. പണ്ട് അച്ഛനും അമ്മയും തന്നെയാണോ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുള്ളത്? നിങ്ങളുടെ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്ന് സമ്മതിച്ചു, നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നോട്ടീസ് ചെയ്യാം. സ്കൂളിൽ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ ഹൈപ്പർ ആക്റ്റീവ് ആണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന കംപ്ലൈന്റ് ആണ് ബോറടിക്കുന്നു. എനിക്ക് ബോറടിക്കുന്നു. ഞാനത് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് പറയണതായിട്ട് തോന്നും. നമ്മൾ എന്ത് മേടിച്ചു കൊടുത്താലും നമ്മുടെ കുട്ടികൾ ഹാപ്പി അല്ല. കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാശി പിടിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും പറയുന്നത് അവർ കേൾക്കാൻ പോലും ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട് മോൾസ് എന്നൊക്കെ വലിച്ചോണ്ട് പിള്ളേരെ പോകുന്നത് കണ്ടിട്ടുണ്ട്, കാലേ തൂക്കി പോകുന്നത് കണ്ടിട്ടുണ്ട്. ടാൻഡ്രംസിന് എപ്പോഴും ഒരു റീസൺ ഉണ്ടാവും, കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും ഇത് കാരണമാണെന്ന്. മെൽറ്റ് ഡൗൺസിന് മോസ്റ്റ്ലി ദർ വിൽ ബി നോ റീസൺസ്. ഞാൻ എപ്പോഴും പറയുന്ന 3 റൂൾസ് ആണ്. ടാൻഡ്രം ഉണ്ടാവുമ്പോൾ ഉറക്കത്തിന്റെ കുറവുണ്ടോ, വിശക്കുന്നുണ്ടോ, മഴുതിട്ടുണ്ടോ. ആദ്യം ഏത് കുട്ടിയാണെങ്കിലും ടാൻഡ്രം കാണിക്കാൻ തുടങ്ങുമ്പോൾ ആസ് എ പാരന്റ് യു തിങ്ക് ദീസ് 3. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, വെൽക്കം ടു ലൈഫ് ട്യൂട്ടോറിയൽ 101. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയയാണ് പാരൻറ്റിങ്. വളരെ കൺഫ്യൂസിങ് ആണ്. നമ്മൾ പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ പാരൻസ് ചെയ്ത തെറ്റുകൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കും. അപ്പോഴേക്കും അത് വേറൊരു തരത്തിലൊരു മോശം പാരൻറ്റിങ് ആയി വരുന്ന സാധ്യതയാണ് എല്ലാ സമയത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇത് സംസാരിക്കാൻ വേണ്ടിയുള്ളത് അമൃത ഫ്രാൻസിസ് ആണ്. ഒരു പാരൻറ്റ് കോച്ചാണ്. അതിൻ്റെ കൂടെ തന്നെ സെക്ഷൽ എഡ്യൂക്കേഷനിലും മറ്റ് പാരൻറ്റ് മദർ ബോണ്ടിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അമൃത ഫ്രാൻസിസ്. താങ്ക് യു. ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ചലഞ്ചിങ്ങും അതേസമയം കൺഫ്യൂസിങ്ങും ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ പൊതുവെ അത്ര പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ല നമ്മളൊരു പാരൻ്റ് ആവുക. അതാ ചിലപ്പോൾ ആ ഒരു ഫ്ലോയിൽ അത് പാരൻ്റ് ആയി പോയിട്ടാണ് പിന്നെ നമ്മൾ അയ്യോ ദൈവമേ എനിക്കിതൊന്നും അറിയില്ലല്ലോ എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു പാരൻ്റ് ആവാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പാരൻ്റ് ആവാൻ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ആക്ച്വലി അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടൊക്കെ വേണം പാരൻ്റ് ആവാൻ. പക്ഷേ ഷിബില പറഞ്ഞ പോലെ കല്യാണം കഴിയുന്നു, പിന്നെ ചോദ്യങ്ങളായി, പിന്നെ ആ ഒരു സൊസൈറ്റൽ പ്രഷർ അല്ലെങ്കിൽ പാരൻസിൻ്റെ പ്രഷറിൽ അവിടെ വന്ന് അവസാനിക്കുകയാണ് ചെയ്യുക. ഇതെന്താ സംഭവം എന്നറിയോ? 2 രീതിയിൽ വേണം പറയാൻ വേണ്ടി. നമ്മളൊരു കപ്പിളായി കഴിഞ്ഞിട്ട് കപ്പിൾ തന്നെ ഒരുമിച്ച് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഭയങ്കര കുറവാണ്. കുറേ പേരൊക്കെ ഇൻലോസിൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടുള്ള രീതിയിലായിരിക്കും നിൽക്കുക. അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് പേരുണ്ട് ആ ഒരു ഇൻവോൾവ്മെൻറ്റിന്. ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾ തന്നെയും അത്ര അങ്ങോട്ട് തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതിനിടയ്ക്കാണ്ട് ഒരു കുട്ടിയും കൂടെ വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് പറയും വിമൺ, ദ പാർട്ട്ണർ ഹൂഎവർ ഇസ് ബെയറിങ് ദ ചൈൽഡ്. അതായത് യൂട്രസുള്ള ആൾക്കും ഇതാവാമല്ലോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മുടെ ഇമോഷൻസ്, ഈ പ്രസവിച്ച് കഴിയുന്ന ആളും അതിന് മുൻപത്തെ ആളും തമ്മിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാമ്യമൊന്നും ഉണ്ടാവാറില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അത് നമ്മുടെ വണ്ണം വെക്കുക അല്ലെങ്കിൽ ക്ഷീണിച്ച് പോവുക, സ്ട്രെച്ച് മാർക്സ്, ആ രീതിയിലല്ല. നമ്മുടെ ബ്രെയിനകത്ത് തന്നെ ഗ്രേ മാറ്ററിനും വൈറ്റ് മാറ്ററിനും പോലും വ്യത്യാസം വരുന്നുണ്ട്. സയന്റിഫിക്കലി അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ഒരേപോലെ ആകുമ്പോൾ നമ്മൾ കളിയാക്കി പറയും മമ്മീസ് ബ്രെയിൻ, ഫോഗി ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റർ സ്റ്റേറ്റിൽ തന്നെ അതിൻ്റെ വോളിയത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ എനിക്ക് വരും. അപ്പം ചിലപ്പോൾ എനിക്ക് ഓർമ്മക്കുറവ് സംഭവിക്കാം. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ പ്രഗ്നൻസിക്ക് മുൻപ് എനിക്ക് മാങ്ങ ഇഷ്ടമേ ആയിരുന്നില്ല, പക്ഷെ എനിക്കിപ്പോൾ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം എനിക്കൊരു മാറ്റത്തിനെ എംബ്രേസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം തിരിച്ചറിയേണ്ടത്. ഒന്നത്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം ഇപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എണീക്കാം, എപ്പോൾ വേണമെങ്കിലും പോവാം. ഒരു അഡൾട്ടാണ് എൻ്റെ വീട്ടിലുള്ളത്. ഒരു കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ 2 പേരും ആസ് എ പാർട്ട്ണർ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടി വരും.
എത്ര സമയം മുതൽ എത്ര സമയം വരെ നീ ഇല്ല, അപ്പം ഞാനവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇല്ലെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യും. അങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ ഈ സാമ്പത്തിക കാര്യം അല്ലെങ്കിൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ പാരൻറ്റിങ് ഇസ് ഓൾ അബൌട്ട് പ്രാക്ടിക്കാലിറ്റി. അവിടെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഞാനിന്ന് ഒരു സ്ഥലത്ത് പോയി, ഇപ്പോൾ ഷിബിലാണെങ്കിലും ഷൂട്ടിന് പോയി ലേറ്റായിട്ടാണ് വന്നേ, നമുക്ക് ഡിന്നർ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതി. പക്ഷേ കുട്ടിയാകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ എന്തും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ വി നീഡ് ടു പ്ലാൻ ആൻഡ് പ്രിപ്പയർ വെൽ ബിഫോർ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ നമുക്ക് നല്ല ബോധം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക പാരൻറ്റ് ആസ് സച്ച് നമുക്ക് റെഡി ആവാൻ പറ്റുള്ളൂ. ഇപ്പം സാമ്പത്തികം നമ്മൾ ഇതാക്കണം, അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ഉറക്കം പോലും കിട്ടില്ല, മനസ്സിലാവുണ്ടോ? ഒരു 2 ദിവസം ഒന്നും ഉറങ്ങാതിരുന്നാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഫീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി ഒരു 3.5-4 months വരെ ഉറക്കമൊക്കെ ഞാണിമ്മക്കളിയാണ്. 1 മണിക്കൂറൊക്കെ കിട്ടിയ ഭാഗ്യം. അപ്പോൾ അത്രയും നിങ്ങൾ റെഡിയാണോ? ഇനി വലിയൊരു ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ കരിയർ, എല്ലാവരും കരിയർ ഫോക്കസ്ഡ് ആണ്. അപ്പം നിങ്ങൾ കരിയറിൽ ഒരു പീക്ക് നിൽക്കുമ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് ടിക്ക് ചെയ്തോട്ടെ, ദാറ്റ്സ് ഓക്കെ. അത് പിന്നെയാണെങ്കിൽ നമുക്ക് റെഡിയാക്കാം. കാരണം ഇപ്പോൾ അതിന് കുറേ ഇപ്പോൾ ഫ്രോസൺ ഓവം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സോ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി എന്നുള്ളത് ചിന്തിക്കുക. എനിക്ക് ആസ് എ പാരൻറ്റിങ് കോച്ച് പറയാനാണെങ്കിൽ യു ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾക്കൊരു കുട്ടി വേണോ? എന്തിനാണ് നിങ്ങൾക്കൊരു ചൈൽഡ് വേണ്ടത്? എന്നിട്ടാണ് അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാരൻറ്റിങ്ങിന് പോകേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്കങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ ജനസംഖ്യ റെഡിയാക്കണം, അങ്ങനത്തെ പ്രശ്നമൊന്നും നമുക്കിവിടെ ഇല്ല. സോ യു ബെറ്റർ ഗെറ്റ് റെഡി ഫോർ വാട്ട് യു എക്സാക്ട്ലി വാണ്ട്. ആൻഡ് മെയിൻ തിങ് ഇസ് വി ആർ ഓൾ ഇവോൾവിങ്, ചേഞ്ചസ് ആർ ദ ഓൺലി കോൺസ്റ്റൻ്റ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഈ മാറ്റത്തിന് റെഡിയാണോ എന്നുള്ളതാണ്. എല്ലാ ദിവസവും പുറത്ത് പോയി ഉള്ള ആൾക്കാരാണ് നമ്മളെ. 3 months അല്ലെങ്കിൽ പോട്ടെ ഒരു 1.5 മാസത്തോളം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതുപോലും പോസിബിൾ അല്ല. നെയിൽ ആർട്ട് ചെയ്യുന്ന, ഇപ്പം അറ്റ്ലീസ്റ്റ് ത്രെഡിങ് പോലും, ഹെയർ കട്ട് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ സ്ത്രീകളും. നമുക്ക് പുറത്തിറങ്ങാൻ ചിലപ്പോൾ പറ്റില്ല, കുറേ ട്രീറ്റ്മെൻറ്റ്സിന് പറ്റില്ല എന്ന് തന്നെ പറയും. നമ്മൾ ലാക്ടേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറേ ട്രീറ്റ്മെൻറ്റ്സ് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നെയിൽസൊക്കെ വല്ലാതെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം കുഞ്ഞാവിനെ കുളിപ്പിക്കണം, കഴുകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആസ് സച്ച് നമ്മൾ ഹൗ വി ഡിഫൈൻ അവർ സെൽസ് തന്നെ മാറും. പിന്നെ ഡ്രസ്സിങ് ആണെങ്കിലും ഇതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഫോർ എ ഫ്യൂ, ഐ വുഡ് സേ ഫീമെയിൽ. കാരണം വ്യത്യാസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് മ്യൂച്വലി ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഹൈറാർക്കി കൊടുക്കേണ്ടത് ഫീമെയിൽ ബോഡിക്കാണ്. ഫീമെയിൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ട്ണറിനാണ്. എന്നിട്ട് മാത്രമാണ് പാരൻറ്റിങ്ങിന് പോകേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമുക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അതായത് വിൽ ബി പോർഡ് വിത്ത് എ ലോട്ട് ഓഫ് ഒപ്പീനിയൻ. നമ്മുടെ പാരൻസ്, നമ്മുടെ ഇൻലോസ്, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, ആൻറ്റീസ്, അങ്കിൾസ്, എന്തിനാ പറയണേ, കുട്ടിയെ കാണാൻ വരുന്ന ആൾക്കാർ പോലും കമൻറ്റ് ചെയ്യുകയും കമൻറ്റ് പാസ് ചെയ്യുകയും ഒരു പക്ഷേ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒപ്പീനിയൻസ് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇന്നും ഒരു പക്ഷേ ഒരു 60% എങ്കിലും നിലനിൽക്കുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആസ് യു സെഡ്, നമ്മൾ അച്ഛനും അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ആവേണ്ടത്. അതിൽ തന്നെ അമ്മയാണ് ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ആവേണ്ടത്. നമ്മൾ ഈ ഒപ്പീനിയൻസിനൊക്കെ എങ്ങനെയാണ് ഒരു ബൗണ്ടറിയിൽ കീപ്പ് ചെയ്യുക? ഈ പാരൻറ്റിങ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് കപ്പിൾ ആസ് സച്ച്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു കപ്പിൾ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജിങ് പാരൻറ്റിനെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ഈ 3 പേര് ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയ. ഈ കുഞ്ഞാവ എന്ന് പറയുന്നത് വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വരുന്നയാളാണ്. യൂട്രസ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഇരുട്ടാണ്, അവിടെ ഒച്ചയും ബഹളമൊന്നുമില്ല. ഓക്കെ, പിന്നെ കംപ്ലീറ്റ് ഫ്ലൂയിഡ് കിടക്കുന്ന ഒരാളാണ്. അവിടെ അപ്പിടൽ, മൂത്രമൊഴിക്കൽ, ബർപ്പിയൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ സ്പേസിൽ ആ കുഞ്ഞിൻ്റെതായിട്ടുള്ള ഒരു ലോകത്തിൽ നിൽക്കുന്ന ആളാണ്. അത് ഭൂമി എന്ന് പറഞ്ഞാൽ വേറൊരു യൂണിവേഴ്സിലേക്ക് വരിക ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നമ്മൾ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് ചെന്നാൽ അവിടെ അഡാപ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? അത്രയും സമയമൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു 2.5-3 മാസമെങ്കിലും ഈ കുഞ്ഞാവയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഈ നമ്മളെപ്പോഴും പറയാം, അതായത് ആദ്യത്തെ 2 മാസം കുഞ്ഞിന് ബ്ലാക്ക് ആൻഡ് വിഷൻ മാത്രമേ ഉള്ളൂ. 3-ാമത്തെ മാസം മുതലാണ്, അതായത് 8 weeks കഴിയുമ്പോൾ മുതലാണ് ബേബി കാണാൻ തുടങ്ങുക എന്നാണ് പറയുക. അതായത് ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സ് കണ്ടു തുടങ്ങും, പതുക്കെ കളേഴ്സ് കണ്ടു തുടങ്ങും. ഇത്രയും ഈ ബേസിക് കാര്യം അറിയണം. 2 എന്ന് പറഞ്ഞാൽ മോറോ റിഫ്ലെക്സസ് ഉണ്ടാവും, കുഞ്ഞുങ്ങളിങ്ങനെ സ്റ്റാർട്ട്ലിംഗ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ, ഒച്ചയും ബഹളവും പരമാവധി കുറയ്ക്കുക. കുഞ്ഞിൻ്റെ ഇയർ തുടങ്ങുന്നേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഉണ്ടാവില്ല, പാർഷ്യൽ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ എൻവയൺമെൻറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്ന കാര്യങ്ങളുണ്ട്. ഇത്രയും ബേസിക് കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ലൈറ്റ് ആണെങ്കിലും ഇരുട്ടത്താണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്, ഒരുപാട് വെളിച്ചമുള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പോൾ സർക്കാഡിയം റിതം ഫോം ചെയ്യുന്നത്, സർക്കാഡിയം റിതം എന്ന് പറഞ്ഞാൽ 24-hour ക്ലോക്കാണ്. അത് ഫോം ചെയ്യുന്നത് തന്നെ 9 to 11 weeksലാണ്. അത് കഴിഞ്ഞിട്ടൊരു ഗ്രോത്ത് സ്പോട്ട് ഉണ്ട്. അങ്ങനെ ഇത് ഒരു എക്സാം എഴുതി കംപ്ലീറ്റ് ആവുന്ന പോലെ ആവുക. അപ്പോൾ ഇത്രയുമെങ്കിലും
ഒരാൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞാവനെ ഒരു രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. ഇനി ബേബി സംസാരിക്കുന്ന ലാംഗ്വേജാണ് കരച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നത് എന്തിനാണ്? എല്ലാ കാര്യത്തിനും കരയും. അല്ലാതെ വിശപ്പിന് മാത്രമല്ല. ഇന്ന് യൂറിനറി സെൻസേഷൻ ഉണ്ടായാൽ, പൂപ്പിടണമെങ്കിൽ, ഒരു ബേർപ്പ് ഉണ്ടെങ്കിൽ, തണുക്കുന്നു, ചൂടെടുക്കുന്നു, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ആരെങ്കിലും ഒന്ന് കൊഞ്ചിക്കൂ, ഇതിനെല്ലാത്തിനും കരച്ചിലാണ്. പക്ഷേ ഈ ചുറ്റുമുള്ള മനുഷ്യർക്ക് മുഴുവനും പാല് കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന് ഉറങ്ങുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെയുള്ള കമൻസ് ആയിരിക്കും. അപ്പം ഞാൻ പറയണ ഇത്രയുമെങ്കിലും ബേസിക് ആയിട്ട് ഒരു 3.5-4 months വരെ സയൻറ്റിഫിക്കലി ഈ കുഞ്ഞിന് എന്താ വേണ്ടതെന്നൊന്ന് പഠിക്കുക. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ യെസ് ഇറ്റ്സ് ഡിഫറെൻറ്റ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം എക്സ്പേർട്സ് അവൈലബിൾ ആണ്. അവരുടെ അടുത്തൊരു ഹെൽപ്പ് എടുത്തിട്ട് ഇത്രയും ഞാൻ റെഡി ആയിട്ടിരിക്കുക. ഇത്രയും എനിക്ക് അറിയാമെങ്കിൽ ഷിബ്ലനൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ മോൻ കരയാണ്. ഇപ്പോൾ 1 to 3 weeks ഗ്രോത്ത് സ്പേർട്ട് ഉണ്ട്. കണ്ടിന്യൂസ് ഫീഡിങ് ആയിരിക്കും. അതായത് ക്ലസ്റ്റർ ഫീഡിങ് നമ്മൾ പറയും. അതായത് പാൽ കൊടുക്കുന്നു, താഴെ വെക്കുന്നു, വീണ്ടും പാൽ കൊടുക്കുക. ഒരു ബേർപ്പ് അല്ലെങ്കിൽ ഒരു യൂറിനറിയിൽ പിന്നെയും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അറിയാം ദാറ്റ് ആൻഡ് മൈ കുട്ടി ഈസ് ഗോയിങ് ത്രൂ ദിസ് ഗ്രോത്ത് സ്പേർട്ട്. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി നമ്മളെ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ ഈ കുഞ്ഞ് എപ്പോൾ നോക്കിയാലും പാൽ കുടിക്കുന്നത് നമുക്കൊന്നും തോന്നില്ല. എന്താ കാര്യം? അവർക്ക് ബോധമില്ല എൻ്റെ കൊച്ചിന് ഗ്രോത്ത് സ്പേർട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ ദിസ് ഇൻഫോർമേഷൻ ഇസ് ദ കീ. അപ്പോൾ ആസ് എന്താ പറയുക, പാരൻറ്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ കുറച്ച് ബോധമുള്ള ഒരാളാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇപ്പോൾ അത് നിങ്ങളുടെ മദറാവാം, മദർ ഇൻ ലോ ആവാം, നാനി ആവാം, ഹൂവർ ഇറ്റ് ഇസ്, അവരെയും കൂടെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് വെച്ചാൽ ദാറ്റ് ഈസ് ദ ബൗണ്ടറി ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ്. അപ്പോൾ ഈ മറ്റുള്ളതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പറഞ്ഞിട്ട് പോട്ടെ. കാര്യം എന്താണെന്ന് എനിക്കറിയാലോ. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് റീഅഷ്വറൻസ് ആയിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോൾ എനിക്കറിയാം എൻ്റെ കുട്ടിക്ക് ഇതുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ മറ്റേ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരിക്കില്ലേ, ആ സമയത്ത് ആരെങ്കിലും വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയാണ് കൊച്ചിന് പാൽ കൊടുക്കും, നമുക്ക് തന്നെ അറിഞ്ഞൂടെ ഇവരെന്ത് വിട്ടുതരാൻ പറയണം, അതിന് വേന എടുത്തിട്ടാണ് കരയുന്നത്. കറക്റ്റ്. So information is the key. You take information what is needed for your baby at this particular point of time. I would say at least 3 months. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിയും അതിന് ശേഷം റോൾ ഓവർ ആണെങ്കിലും മൈൽ സ്റ്റോൺസ് വെച്ചിട്ട് ഡിഫറെൻ്റ് ആണേ. അതുകൊണ്ട് ഗോ ബൈ ദ ബേബി ആണ്. ദർ ഇസ് നോ വൺ ബുക്ക്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പറയാം. അപ്പോൾ പിന്നെ ആരെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അറിയാലോ ഇതാണ് കാര്യം, അവരെന്തും പറഞ്ഞോട്ടെ എന്നൊരു സ്റ്റേജ് എനിക്ക് എത്താൻ പറ്റും. ആക്ച്വലി ദിസ് ഈസ് മൈ ബൗണ്ടറി. അവരുടെ ബൗണ്ടറി അല്ലാതെ ഇങ്ങനെയാണ് ബൗണ്ടറി ഉണ്ടാക്കുക. ഇപ്പോൾ കോച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എസ്പെഷ്യലി വുമൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ദർ ഇസ് എ ഒരു സ്വിച്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുണ്ടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുപക്ഷെ കുറച്ച് ഒബ്സസീവായിട്ട് കുട്ടിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന പോലത്തെ ഒരു സിറ്റുവേഷനും കാണാറുണ്ട് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസസിൽ. അപ്പോൾ നമുക്ക് എപ്പോഴും അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റിയും അതുപോലെ ഒരു മോം ഗിൽറ്റും, ഞാൻ ഇനഫ് ടൈം കൊടുക്കുന്നില്ലേ, എനിക്ക് പറ്റുന്നില്ല, ആൻഡ് യു വിൽ ബി കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ യോ ഇപ്പോൾ പറഞ്ഞ പോലെ കരിയറിലും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. നമുക്ക് ആർക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഏരിയ എങ്ങനെയാണ് നമ്മൾ 7 monthsലാണ് ശരിക്കും പറഞ്ഞാൽ ബേബിക്ക് മനസ്സിലാവുക അമ്മ വേറൊരാളാണ്, ഞാൻ വേറൊരാളാണെന്ന്. അതുവരെ ആള് വിചാരിക്കുന്നത് ഞങ്ങൾ ഒന്നാണെന്നാണ്. അപ്പൊ 6 months ഒക്കെയല്ലേ മെറ്റേണിറ്റി ലീവായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഉള്ളൂ. അപ്പൊ അപ്പോഴേക്കും പോവാ. അപ്പൊ കുഞ്ഞാൾക്ക് ഭയങ്കര കൺഫ്യൂഷനാ, എന്റെ തന്നെ ആളെവിടെ എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അമ്മമാരായി കഴിയുമ്പോഴത്തെ പ്രശ്നം വെച്ചാൽ നമ്മളില്ലേ ഫുൾ ഓൺ സർവൈവൽ മോഡിലാണ് നമ്മുടെ ബ്രെയിൻ. എൻ്റെ ബേബി എന്തെങ്കിലും പറ്റിയോ, നമ്മളിങ്ങനെ പ്രൊട്ടക്ഷൻ, നമ്മുടെ എന്താ പറയുക റെഡ് അലേർട്ട് ഹസാർഡ് മോഡ് എപ്പോഴും ഓണാണ്. എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ട്യൂൺ ഡൗൺ ചെയ്യണം. ആ സമയത്ത് പോസ്റ്റ്പാർട്ടമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിന് പറയുന്നൊരു എക്സാമ്പിളാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും കൂടെ കളിക്കാമെന്ന് വിചാരിക്കും. അവർ ആ ജന്മ വഴക്കാണ്. ആ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഒരു ഫീമെയിൽ ബോഡി ആഫ്റ്റർ ബർത്ത്. എന്തും സംഭവിക്കാം, ഒന്നും നിങ്ങളുടെ കയ്യിലല്ല. ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷൻ, ഇതൊന്നും നിങ്ങളുടെ കയ്യിലല്ല. പക്ഷേ കുഞ്ഞെന്നൊരു സാധനം ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ലൈക്ക് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ കുറേ പേർക്ക് ഈ പറഞ്ഞ ഡിസ്കണക്റ്റ് ഉണ്ട്. മാം എവ്രിബഡി ഈസ് ഹാപ്പി അറൗണ്ട് മീ, എനിക്ക് പക്ഷേ കുഞ്ഞിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചാണ്, മാം ഞാൻ 2 മണിക്കൂറിൽ പാൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടർ പീഡിയാട്രീഷ്യൻ ഒരു കണക്ക് പറയും, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല പാൽ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ എന്ന് വെച്ചാൽ പോസ്റ്റ്പാർട്ടത്തിൽ അവർക്ക് വരുന്ന ചേഞ്ചസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു, ആരാണെങ്കിലും ടേക്ക് ടൈം ഫോർ ദ ഹീലിംഗ്. നിങ്ങളിതിന് മുൻപായിരുന്നൊരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക.
നല്ല ചേഞ്ചും ഉണ്ടാകാം, മോശം ചേഞ്ചും ഉണ്ടാകും. മോശം എന്നുള്ളൊരു സംഭവം ഇല്ല കേട്ടോ. ഇപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് മാത്രമാണ് ഞാൻ മോശം എന്നുള്ള രീതിയിൽ പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു ടൈം എടുക്കുക. ഒരു 2-3 മാസം. ഈ 3 മാസം എന്തിനാണെന്നറിയോ? യൂട്രസ് കോൺട്രാക്ട് ചെയ്യാനുള്ള സമയമാണ്. അറ്റ്ലീസ്റ്റ് അത്രയും നേരമെങ്കിലും നിങ്ങൾ കൊടുക്കുക. അതിന് ശേഷം നൗ എഗെയിൻ തിങ്ക്, ഈ ആളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാട്ട് ഈസ് എ പ്രയോറിറ്റി എന്നാവും? തിരിച്ചെനിക്ക് കറക്റ്റായിട്ട് പോകണോ? എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത്? 3 മന്ത്സ് കഴിയുമ്പോൾ ഗോയിങ് ബാക്ക് ടു യുവർ റിലേഷൻഷിപ്പ്, ഞാൻ പറയും ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റാ. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞായി കഴിഞ്ഞു, കരിയറിൽ എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം, എൻ്റെ ബാക്ക് ഷേപ്പ് ആവണം. അപ്പം എൻ്റെ ഹസ്ബൻഡോ, എൻ്റെ റിലേഷൻഷിപ്പോ? നമ്മൾ ഈ ആഫ്റ്റർ ഡെലിവറി ഇൻറ്റിമസി റീസ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര വലിയൊരു ട്രോമയാണ്. വെജാനൽ ബർത്ത് കഴിഞ്ഞ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. ഒരുപാട് ഈ പറഞ്ഞ ആൻറ്റിസിപ്പേഷൻസ് ആണ്. പെയിൻ ആകാം, ബുദ്ധിമുട്ടാകാം, ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ പറയേണ്ടത്, നിങ്ങൾ അതാണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ദേ ഗോ, അവർ വലുതാവണ്ടേ. അപ്പം അതാണ് ആദ്യം ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കാര്യം പേഴ്സണലി ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ റിലേഷൻഷിപ്പ്, പിന്നെ ബേബി, ദെൻ ഡിസൈഡ് ദ പ്രയോറിറ്റി. വാവയെ നോക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ മാനേജ്, നന്നായിട്ട് സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ദെൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. ഹൂ ഈസ് സ്റ്റോപ്പിംഗ് യു? മദർഹുഡ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഒരു സ്റ്റോപ്പല്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ ആഡഡ് തിങ് അല്ലേ, ആഡഡ് റോളാണ്. അപ്പോൾ അതിലേക്ക് പോവുക. ഇനി ഗിൽറ്റ്. ഷിപ്ല, അത് ഗിൽറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കുറേ ടെക്നിക്കലി നമുക്കതിന് പറയാൻ പറ്റും. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അകത്തുനിന്ന് വരുന്നതും പുറത്തുനിന്ന് വരുന്നതും. ഇപ്പോൾ ഞാൻ വർക്കിംഗ് വുമൺ ആണ്, എൻ്റെ കുഞ്ഞ് വീട്ടിലുണ്ട്, എൻ്റെ മദറാണ് വാവയെ നോക്കുന്നതെന്ന് വിചാരിക്കും. ഞാനൊരു 4 മന്ത് ബേബിയുടെ അമ്മയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അമ്മേനെ വിളിക്കുമ്പോഴത്തേന് അമ്മ പറയാണ്ട്, മോളെ കുറേ നേരമായിട്ട് എൻ്റെ കുഞ്ഞ് കരച്ചിലായിരുന്നു, എങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നിനക്ക് പോകാൻ പറ്റണേ? ഈ ഗിൽറ്റ് ഇവിടെ ഉണ്ടാവും, ഒരു ഗിൽറ്റ്. ഇത് ഇൻഡ്യൂസ്ഡ് ആണ്. അവരങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞത് കൊണ്ട് എനിക്കുണ്ടായ ഒരു ഫീലിംഗ്, അല്ലാതെ എൻ്റെ അകത്തുനിന്ന് വരുന്നതല്ല. ഐ വുഡ് സേ ദ ഒറിജിൻ ഓഫ് ഗിൽറ്റ് അത് കണ്ടുപിടിക്കുക. ഇപ്പം നമുക്ക് തന്നെ ചില കാര്യങ്ങളിൽ ഇപ്പം പെട്ടെന്ന് നമ്മളില്ലാതിരുന്നൊരു സമയത്താണ് നമ്മുടെ കുട്ടി നടന്നത്, നമ്മൾ മിസ് ചെയ്തു. ആ ഫസ്റ്റ് സ്റ്റെപ്പ് കാണാൻ പറ്റില്ല. ഒബ്വിയസ്ലി സങ്കടം വരില്ലേ? അതിനകത്ത് ഗിൽറ്റിൻ്റെ ആവശ്യം എന്താ? അപ്പം നിങ്ങൾക്ക് സങ്കടമാണോ, നിങ്ങൾക്കത് ആ സമയത്ത് അവിടെ ഉണ്ടായില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണോ? എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് കണ്ടുപിടിക്കുക. എല്ലാത്തിനെയും ഗിൽറ്റ് എന്ന് ലേബൽ ചെയ്യണ്ട. പിന്നെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഒത്തിരി പഴയ ആൾക്കാരാണ്. അവരുടെ ചിന്തയിലാണ് അവർ നമ്മളെ കാണുന്നത്. നീ ഇപ്പം ഇത്ര ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ? നിനക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് പോയാൽ എന്താ കുഴപ്പം? നിനക്ക് ഫിനാൻഷ്യലി ഓക്കെ ആണല്ലോ. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ജോലിക്ക് പോകുന്നുള്ളതിൻ്റെ നമ്മുടെ അടുത്ത് വരാം. മനസ്സിലാവുണ്ടോ? അതേപോലെ നിനക്കിപ്പോൾ ഹസ്ബൻഡ് കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് വന്നാൽ എന്താ കുഴപ്പം? ഞാനുണ്ടല്ലോ കൊച്ചിനെ നോക്കാൻ വേണ്ടി. ചിലപ്പോൾ ആ സമയത്ത് എൻ്റെ ചോയ്സ് വീട്ടിലിരിക്കാനായിരിക്കും. അപ്പോൾ യു ഓൾവേസ് ലിസൺ. എവിടെ നിന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവുന്നത്. അപ്പോൾ ഈ സങ്കടമാണോ, ഐ വുഡ് സേ ഇമോഷൻസിനെ കറക്റ്റായിട്ട് ലേബൽ ചെയ്യണം. എവിടെ നിന്നാണ് ഈ സങ്കടം വരുന്നത്? ഇത് ഗിൽറ്റ് എന്ന് പറയുന്ന മദേഴ്സിൻ്റെ ഗിൽറ്റ് നമ്മൾ കേട്ട് ഭയങ്കര നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, എനിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം, പക്ഷെ എനിക്ക് മദേഴ്സ് ഗിൽറ്റ് വരും. അത് ശരിക്കും ഗിൽറ്റാണോ? അത് ഗിൽറ്റാണോ എന്ന് ചില ആൾക്കാർക്ക് അത് ഗിൽറ്റായിട്ട് തന്നെയായിരിക്കും തോന്നുക. പക്ഷെ ചില ആൾക്കാർക്ക് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത് എന്നൊരു ജസ്റ്റ് ഒരു ലോൺലി ആവായിട്ടൊരു ഫീലിംഗ് ആവാം. ഞാൻ മറ്റേയാളെ കൊണ്ടുപോയില്ലല്ലോ എന്നുള്ള ഫീലിംഗ് ആവാം. ഇതെന്തോ ആകാം. സോ ദ തിങ് ഇസ്, ഡോണ്ട് ഗോ ടു ദ ഗിൽറ്റ് ട്രാപ്പ്. സിറ്റ് വിത്ത് യുവർ ഇമോഷൻ, ഫിഗർ ഔട്ട് എന്താണ് ട്രിഗർ, എവിടെ നിന്നാണ് ഇത് വരുന്നത്, ശരിക്കും എനിക്ക് എന്താ ഫീൽ ചെയ്യണത്. ഇനി ചില കേസിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ ബേബി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് സർജറിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? അവിടെയും ഗിൽറ്റൊക്കെ ഉണ്ടാവും. ആ ഗിൽറ്റിനെ നമ്മൾ ഓവർകം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ഐ ആം വിത്ത് ദ ബേബി, ഇത് ഞാൻ പറയണ ഒരു 2 years വരെ കേട്ടോ, വെൻ ഐ ആം വിത്ത് ദ ബേബി, ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ബേബിയുടെ അടുത്തായിരിക്കുക. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ കുറച്ചുകൂടി ഒരു എന്താ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ കുറച്ചുകൂടെ സ്പേസ് ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു സ്പേസ് ഇല്ല. അവരും പാരൻസ് ആണ്, അവരും മദറാണ്, ഇതൊക്കെ സെയിം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അവിടെ നമുക്ക് ചോയ്സ് ആണ്. ഇപ്പം ഒരു രാജ്യം എന്ന് എടുക്കുമ്പോഴത്തേനും ഡിഫൻസിൽ രാജ്യത്തിനല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ പോയത്? എനിക്ക് പണ്ടായി എനിക്കൊരു കമാൻഡോ ഉണ്ടായിരുന്നു. ഐ വാസ് ദ പാരൻറ്റിങ് കോച്ച്. അപ്പോൾ ഷീ ഹാഡ് ടു ഗോ, വേറെ നിവർത്തില്ല. അപ്പോൾ എന്താ അവരുടെ ഫോക്കസ് എന്താണ്? എത്രയും വേഗം എനിക്ക് ബാക്ക് ടു ആ ഒരു കാറ്റഗറി ഓഫ് ദ വെയിറ്റ് ആവണം.
അപ്പോൾ എന്താ ചെയ്യുക, നമുക്കപ്പോൾ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഫേമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റീഷ്യൻസ്, യോഗ, എവ്രി വൺ വാസ് എ ടീം. അപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി എന്താണ് അത് മാത്രം. ഇപ്പോൾ ഞാൻ പാരൻറ്റിങ് കോച്ചാണ്, സൈക്കോളജിക്കൽ ഇത് ആസ്പെക്ട് നോക്കുമ്പോൾ ആരാണ് കൂടെയുള്ളത് അവരെ ഞാൻ ട്രെയിൻ ചെയ്യേണ്ടത്. അവിടെ ഗിൽറ്റ് വരുമ്പോൾ ആസ് എ കോച്ച് ഞാൻ സപ്പോസ് ചെയ്യണം, ഐ മീൻ ഐ ഹാവ് ടു ടേക്ക് ദറ്റ് എക്സ്ട്രാ. ഇവിടെ ഗിൽറ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആഫ്റ്റർ ദിസ് തിങ് ഇപ്പം നിങ്ങളെ കോൾ ചെയ്തിരിക്കുകയാണല്ലോ നിങ്ങളുടെ ട്രൂപ്പ്, വന്നു കഴിയുമ്പോൾ യു ക്യാൻ ബി വിത്ത് യുവർ ബേബി, ഡോണ്ട് വറി. പക്ഷേ ബി വിത്ത് യുവർ ബേബി എന്ന് പറയുമ്പോൾ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പം ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന അത്രയും സ്പേസ് മറ്റുള്ളവർക്ക് ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ക്വസ്റ്റനാണ്. മക്കളെ നിന്റെ മമ്മി ഇങ്ങനെ ഒരു ജോലി ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതെല്ലാവരും പറഞ്ഞു കൊടുക്കണം. എല്ലാവരും പക്ഷെ അങ്ങനെ പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ടീച്ചറാണ്, ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിൽ എന്താണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ ഒരു ചിന്ത. അതാണ് കുഞ്ഞിന് കുഴപ്പമുണ്ടാക്കുള്ളൂ. ഇതൊക്കെയാണ് ഗിൽറ്റായിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ സൈക്കോളജിക്കൽ കണ്ടീഷൻസിലല്ലെങ്കിൽ നമുക്ക് മെൻ്റലി നമ്മൾ വല്ലാതെ ഒരു ഇഷ്യൂ ആയിട്ടൊക്കെ വരും, ദാറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷേ ഐ വുഡ് സേ ഈ ഗിൽറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം ശരിക്കും എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ യു മിസ് സംതിങ്, യെസ്, ചില സമയത്ത് അങ്ങനെ നമുക്കൊരു ഗിൽറ്റൊക്കെ ഉണ്ടാവും, അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ. പക്ഷെ അതിലിരിക്കുമ്പോഴേ അത് പ്രശ്നമുള്ളൂന്നേ. നമുക്ക് ഇന്ന് പോയി ആ ഓപ്പർച്യൂണിറ്റി, ദാറ്റ്സ് ഓക്കെ, നാളെ ഉണ്ടല്ലോ വീണ്ടും ഓപ്പർച്യൂണിറ്റി. ആൻഡ് പാരൻറ്റിങ്ങിൽ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ബിലീവ്, ഒരു സമയവും ലേറ്റ് അല്ല. വെനെവർ യു വാണ്ട്, ജസ്റ്റ് ദാറ്റ് യു ബി റെഡി. 5 വയസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല, പോട്ടെ 10 വയസ്സിൽ കണക്ട് ചെയ്യും. 15 വയസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, പോട്ടെ 50 വയസ്സിൽ കണക്ട് ചെയ്യും. യു ക്യാൻ ഓൾവേസ് ഹാവ് ദിസ് റീകണക്ട്. പഴയതുപോലെ ആവില്ല. അതുകൊണ്ട് എന്താ കാര്യം, നമുക്ക് റീകണക്ട് ചെയ്താൽ പോരെ. അങ്ങനെ ഇറ്റ്സ് എൻ ഇവോൾവിങ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. സോ ഞാൻ പറയും ദർ ഇസ് നോ റൂം ഫോർ ഗിൽറ്റ്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അങ്ങനെ ചിന്തിച്ച് കുഴപ്പമാക്കുക. സിറ്റ് വിത്ത് ദിസ് ഇമോഷൻ. ഇനി ആ ബേബിയോടും പറയാം, എനിക്കിപ്പോൾ ഇപ്പം ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വരണം എന്ന്, പക്ഷെ പറ്റില്ലടാ. ഞാൻ വേറൊരു സംഭവം ഉണ്ട്, കുറച്ച് സമയമെടുക്കും മനസ്സിലാക്കി കൊടുക്കാൻ. 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സുള്ള ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സമയമാണ്. പക്ഷേ എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ ഹാവ് ടു ടേക്ക് ദ ടൈം. എനിക്ക് പോയേ പറ്റുള്ളൂ. ടുമോറോ ഇറ്റ്സ് എൻ വെരി ഇമ്പോർട്ടൻറ്റ് ഷൂട്ട്. എനിക്ക് പോയേ പറ്റുള്ളൂ. യു കാൺ മേക്ക് എനി പ്രോബ്ലം എന്നെന്തോ ഒരു ഫേമസ് ആക്ട്രസ് പറഞ്ഞാണ്. ദ പോയിന്റ് ഇസ് നമ്മുടെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഇതിപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, ചില സമയത്ത് എനിക്ക് പോയേ പറ്റുള്ളൂ. അവിടെ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഇരുന്ന സമയം ആയിരിക്കും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കേസൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിളിക്കും, ഒന്ന് സംസാരിച്ചേ പറ്റുള്ളൂ മാം പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ പറയും, നോക്കൂ എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ, പക്ഷെ ഞാൻ വരും കേട്ടോ. വന്ന് കഴിഞ്ഞിട്ട് ഐ വിൽ സിറ്റ്. അത് ആ പ്രോമിസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, പിന്നെ നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഗിൽറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഐ വുഡ് സേ നിങ്ങളൊന്ന് എഴുതിയിട്ട് ഒന്നുകൂടെ അതിനെ റീഡിഫൈൻ ചെയ്യാം. മറ്റുള്ളവരൊക്കെ എന്തും പറയട്ടെ, കമ്പാരിസൺ അത് നടക്കട്ടെ. ഇപ്പം കോച്ച് സംസാരിച്ചപ്പോൾ എല്ലാ സമയത്തും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതൊരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എനിക്ക് ഇത്രയും സമയത്ത് നിന്ന് മനസ്സിലായി. അപ്പോൾ വെൻ ഇസ് ദാറ്റ് ഒരു പാരൻ്റ് ഒരു കുട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാജുവൽ? പ്രഗ്നൻസിയിൽ തുടങ്ങുന്നത്. അതായത് ബേബി നമ്മുടെ വൂമ്പിലുണ്ടായി 4-ാം മാസത്തിലാണ് ചലനം എന്ന് പറയും. അന്നേരം മുതലേ സംസാരിക്കുക. നമ്മളെ എൻഡ് ടു ദ പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കാനൊക്കെ പറ്റും. എനർജി, അതായത് വൈബ്രേഷൻസ് ആയിട്ടാണ്, വേവ്സ് ആയിട്ടാണ്. പക്ഷെ അയാൾക്ക് ശരിക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായിരുന്ന കുറേ പാട്ടുകൾ, നമ്മൾ സംസാരിക്കുന്ന രീതി, അച്ഛൻ്റെ ഒച്ച കേട്ട് ഞാൻ ഓടി വരും എന്നൊക്കെ പറയുന്ന ഇതില്ലേ, അതൊക്കെ ഭയങ്കര അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ശിവലിയെടുത്ത് സംസാരിക്കുന്നില്ലേ, അതുപോലെ പുതിയൊരാൾ വരെയല്ലേ ഹായ് പറഞ്ഞിട്ട് എന്താ അവിടെ ചെയ്യണ ചക്കരെ, അമ്മ എവിടെ ഇന്ന് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, രാവിലെ എനിക്ക് ഒരു ആൻറ്റിയോട് മിണ്ടാൻ പോകാനുണ്ട്, അപ്പം ഞാൻ അവിടെ നിന്ന് ഇപ്പം ഡ്രസ്സ് മാറിയത് മുതൽ എല്ലാം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കൂടെ ഒരാളുണ്ടാകുമ്പോൾ, അപ്പം അത് ഈസി ആയിട്ട് പറയാന്ന് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞു 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 കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കില്ലേ, അതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സംസാരിക്കാൻ. ഞാൻ ഇത് നമുക്ക് പ്രീ ഡെലിവറി സെഷൻസ് അല്ലെങ്കിൽ ഗെറ്റിംഗ് റെഡി ഫോർ അങ്ങനെ ഒരു സെഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ പറയും, അത് കൺസീവ് ചെയ്യണതിനൊക്കെ മുമ്പാണ് കേട്ടോ. അതായത് കപ്പിളായി, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പ്രീ ഡെലിവറി സെഷൻസ് നമ്മൾ പറയേ. അപ്പൊ ഇത് ആ സമയത്ത് ഡോക്ടേഴ്സ്, അതായത് ഫോളിക് ആസിഡ്, പ്രീനേറ്റൽ എലമെന്റ്സും നമ്മുടെ ബോഡിയിലുള്ളതൊക്കെ മാനേജ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ സംസാരിക്കാൻ ട്രെയിനിങ് എല്ലാം പറയും. ശരിക്കും പറഞ്ഞാൽ അതൊരു എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ല. പക്ഷെ ഗർഭസംസാരം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഗർഭസംവാദ് എന്നതിന് പറയാം. സാൻസ്ക്രിറ്റ് ആണ്. യു ആർ ടോക്കിംഗ് ടു ദ ബേബി ഇൻ യുവർ വൂംബ്. അവിടെയാണ് കണക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ
അവർക്ക് ട്രെയിനിങ് തന്നെ കൊടുക്കും. അതായത് ഹസ്ബൻഡിനോടും പറയും, പാർട്ട്ണറോടും പറയും എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അത് നമ്മൾ ഒരാളുടെ അടുത്ത് വന്നു കഴിയുമ്പോഴേ വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ആർ. അതനുസരിച്ച് ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ മാം ഇതെങ്ങനെ നടക്കും, ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. അത് ശരിയാ, ഭയങ്കര ചമ്മല. ഇപ്പം ഞാൻ കുറേ സംസാരിക്കുന്നതോടെ എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കേ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് മോഡറേറ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക, റോൾ പ്ലേ ഒക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് അവരെ റെഡിയാക്കും. പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം, ഒരു ഡോളിനെ വെച്ചിട്ട് ഒന്ന് റെഡി ആവാൻ. ചില ആൾക്കാരൊക്കെ ഉണ്ട്, അതായത് ബേബി ആവാൻ പേഴ്സി ഈ കംപ്ലീറ്റ് ചേഞ്ച് നടക്കുന്നതേ ഫീമെയിലിൻ്റെ അകത്താ. യെസ് യെസ് യെസ്. അപ്പോൾ വുമൺ ക്യാരി ദ ബേബി ഇൻ ദ വൂം ആൻഡ് ഡാഡി ഇൻ ദ ഹെഡാണ്. അപ്പോൾ നമ്മൾ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ടെഡി ബെയറിനെ എടുത്തിട്ട് ഒന്ന് ബേർപ്പ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒന്ന് കൊണ്ടെടുക്കുന്ന പോലെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസിൽ വരുന്ന പോസ്റ്റ് പാർട്ടത്തിനകത്ത് മെന്നിന് വരുന്ന ഞാൻ എങ്ങനെ എടുക്കുക, താഴെ വീണ് പോയാലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയും ഒരു ടെഡി ബെയർ ഒരു ചെറിയ ഒരു ഡോളിനെ മേടിക്കാം, ഒരു ഇൻഫൻറ്റ് ഡോളിനെ മേടിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഓഫ്ലൈനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സ്വാഡ്ലിങ് ചെയ്യാൻ പഠിപ്പിക്കും, എങ്ങനെ ബേബിനെ എടുക്കുന്നത് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് വെരി ഏർലി. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഗെറ്റിംഗ് റെഡി വെരി ഏർലി. എന്നിട്ടൊക്കെ വേണം, അല്ലാതെ പെട്ടെന്ന് ഒരു ബേബി ആകുമ്പോഴത്തേനും സ്വിച്ച് ഇട്ട പോലെ ഒന്നും ഓക്കെ ആവില്ല. ഇപ്പോൾ പണ്ടത്തെ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, പിന്നെ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ട് അച്ഛനും അമ്മയും തന്നെയാണോ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുള്ളത്? അല്ല, എപ്പോഴും ഒരു എന്തോരം പേരുണ്ടായിരുന്നു കൊളാബറേറ്റീവ് അല്ലേ. ഇപ്പൊ ഞാനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ ഒക്കെ അവരുടെ ചേച്ചിമാരുടെ ഒക്കെ വീട്ടിൽ പോയിട്ടാണ് അവര് നിന്ന് വളർന്നിട്ടുള്ളതൊക്കെ. ഇപ്പം മനസ്സിലാവുണ്ടോ? അങ്ങനെയൊന്നും ഇപ്പം ഇല്ലല്ലോ. ഇപ്പൊ ആകെപ്പാടെ 2-3 കുട്ടികളെ വീട്ടിലുള്ളൂ. നമ്മൾ നമ്മുടെ കസിൻസിന്റെ അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ വീട്ടിൽ പോയി അവരെ നിർത്തി വളർത്തുന്ന സംഭവമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യരുത്. വെറുതെ നമ്മളൊരു ആവശ്യത്തൊരു കമ്പാരിസൺ പറയുന്നത് കാര്യമില്ല. ആ സിറ്റുവേഷനാണ് ഇന്നത്തെ സിറ്റുവേഷൻ എങ്കിൽ ഈ കമ്പാരിസൺ വർക്ക് ചെയ്യും. അല്ലാണ്ട് ദർ ഇസ് നോ സ്പേസ്. സോ ഐ വുഡ് സേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ പ്രിപ്പറേഷൻ. സ്റ്റാർട്ട് വെരി ഏർലി. ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ബേബി റിലേഷൻഷിപ്പ് ഒന്നും ആലോചിക്കുന്നില്ലെങ്കിലും ചുമ്മാ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്തെങ്കിലും നോക്കുക, വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ഒരു കുഞ്ഞ് ഡോളിനെ എടുക്കുന്നു, ഞാൻ കൊഞ്ചിക്കുന്നു. സാധിക്കുന്നുണ്ടെങ്കിൽ മതി. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു, മാം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ക്രിഞ്ചാണ്. അതെ, അത് ക്രിഞ്ചാണ്. അപ്പൊ അത് വേണ്ടെന്നേ. മനസ്സിലാവുണ്ടോ? റെഡി ഫോർ ഇറ്റ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇപ്പൊ കോച്ച് സംസാരിച്ചപ്പോൾ അതുപോലെ സ്ക്രീൻ എന്നുള്ളത് മെൻഷൻ ചെയ്തു. ഇന്നത്തെ കാലത്ത് പാരന്റിങ് പറയുമ്പോൾ സ്ക്രീൻ പറയാതെ വയ്യ. അപ്പം എനിക്ക് സ്ക്രീനിന്റെ കൂടെ ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഷുഗർ. അപ്പോൾ ഒരു കംപ്ലീറ്റ് നോ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മോഡറേറ്റ്ലി അത് മാനേജ് ചെയ്യുന്ന ആൾക്കാരെ ഐ ഫീൽ ദാറ്റ് ഇസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട്. അപ്പം ഏതാണ് കോച്ച് പ്രിഫർ ചെയ്യുക, ആൻഡ് ഹൗ ഡു യു സ്റ്റാർട്ട് ആൻഡ് ഹൗ ഡു യു മെയിൻറ്റെയിൻ ഇറ്റ്? ബിക്കോസ് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അച്ഛമ്മയോ അല്ലെങ്കിൽ അമ്മമ്മയോ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ റെഗുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണിത് നമ്മൾ മാനേജ് ചെയ്യണം? ഐഡിയലി ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ച് തുടങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഹ്യൂമൻ ബേബി ഷുഗർ ഷുഗറിനോട് ക്രേവിംഗ് ഉള്ള ഒരാളാണ്. കാരണം അമ്മയുടെ മിൽക്ക് എന്ന് പറയുന്നത് മധുരമുണ്ട്. അപ്പോൾ അത് ഷുഗറിനോട് ഇഷ്ടമുള്ള ആളാണ്. മനസ്സിലാവുണ്ടോ? 6 മാസത്തിൽ നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കേരള ഇതിനകത്ത് പറയുകയാണെങ്കിൽ പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കരയാണ് കൊടുക്കുക. അപ്പോഴും നമ്മൾ വളരെ ഇതായിട്ട് പറയുന്നത് വെച്ചാൽ ഷുഗറിന്റെ കണ്ണിൽ ഒരുപാട് കൂട്ടരുത്. കാരണം ഇവിടെ നമ്മൾ നോർത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ദാൽ കാ പാനി, റൈസ് കാ പാനി, പാനി അതായത് വെള്ളം, പിന്നെ വെജിറ്റബിൾസ്, അത് കഴിഞ്ഞാണ് ദാൽ വരെ. സൗത്തില് നമ്മള് മുത്താറി, പഴങ്കായ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും മുത്താറിക്ക് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനൊരു ചെറിയ ചവർപ്പിനേക്കാളും ഒരു സ്മോൾ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള അത്രയും ടേസ്റ്റ് ബഡ്സ് അല്ല അവർക്കുള്ളത്. അവർക്ക് ഒരുപാടുണ്ട്. അപ്പൊ വി ഹാവ് ടു. ഇപ്പൊ ക്യാരറ്റിനാണെങ്കിലും നാച്ചുറലി അതിനെ വേവിച്ച് അപ്പൊ അതിന്റെ കൂടെ പിന്നെ സ്വീറ്റിന്റെ ആവശ്യമില്ല. ഇയാൾ ഓൾറെഡി അമ്മയുടെ പാല് കുടിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഓൾറെഡി ഷുഗറിനോട് എനിക്ക് ഷുഗർ സൈഡാണ്. മനസ്സിലാവുണ്ടോ? പക്ഷേ ഡയറ്റീഷ്യൻസ് ആണെങ്കിലും സ്ട്രിക്ട്ലി പറയാറുള്ളത് 1 വയസ്സ് വരെ ഉപ്പ് കൊടുക്കരുതെന്നാണ്. കാരണം കുട്ടിയുടെ ശരീരത്തിൽ അവന് ആവശ്യമുള്ള സോഡിയത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. എക്സ്ട്രാ ആകുമ്പോഴത്തേനും അത് പിന്നെ അത് എന്താ പറയുക, യൂറിനിൽ നമ്മുടെ കിഡ്നിക്കൊക്കെ എക്സ്ട്രാ ടാസ്കാ ഈ എന്താ പറയുക എക്സ്ട്രാ ഉള്ള സോഡിയത്തിന്റെ. അപ്പൊ അതേ പറയാറുള്ളൂ. ഇപ്പൊ അല്ലാതെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമ്മളിപ്പോഴും പറഞ്ഞ പാക്കറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സിനകത്തൊക്കെ പുറകില് ഷുഗറിന്റെ അളവുണ്ടാകും. അപ്പം അതങ്ങനെ ഇപ്പം ഇഫ് യു ആർ എ പേഴ്സൺ ഹു ആർ വെരി കോൺസെൻട്രേറ്റഡ് ഓൺ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണേ, നിങ്ങൾ ബേബിയുടെ വെയിറ്റ് വെച്ചിട്ട് ഒരു ഡയറ്റീഷ്യനടുത്ത് ചോദിക്കാം, ഇപ്പം ഇത്രയും വെയിറ്റുള്ള ഒരാൾക്ക് എത്ര ഷുഗർ വേണം, എത്ര ഷുഗർ പാടില്ല.
അത് വെച്ചിട്ടൊന്ന് മോണിറ്റർ ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ ജനറലി അങ്ങനെ പറയരുത്, എന്നാലും ഇപ്പോൾ ഇത്ര ഒരു ടീസ്പൂൺ ഒരു കുഴപ്പമില്ല ഒരു ദിവസം. മനസ്സിലാവുണ്ടോ? 1 വയസ്സിൻ്റെ കാര്യമല്ല കേട്ടോ പറയണം, 1.5 വയസ്സ് 2 വയസ്സ്. പിന്നെ എന്താ പറഞ്ഞാൽ ബിസ്ക്കറ്റ്, അതേപോലെ തന്നെ ഈ ക്രീം ബിസ്ക്കറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കുറച്ച് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പോലും ശ്രദ്ധിച്ചേ, ക്രീം ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ക്രീം അല്ലല്ലോ, ക്രെമ്മല്ലേ. CREME ആണത്, ഇറ്റ്സ് നോട്ട് ക്രീം. മനസ്സിലാവുണ്ടോ? അത് നമ്മൾ വിചാരിക്കുന്ന സാധനം അല്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഗ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള വീറ്റ് ബേസ്ഡ് റാഗി ബേസ്ഡ് ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല മീൻസ് അതൊക്കെ നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് ഒരുമിച്ച് കൊടുക്കണം എന്നല്ല കേട്ടോ. മെയിൻറ്റെയിൻഡ് എമൗണ്ട് ഇതാണ്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ചെന്നപ്പോൾ അയാൾ ചായയിൽ ഷുഗർ കുടിക്കില്ല. പക്ഷെ നമുക്ക് സ്നാക്സ് കിട്ടിയത് പേടയാണേ, 3 പേട എടുത്തു. ഒരു കാര്യമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഷുഗർ കട്ട് ചെയ്യുന്നു നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ വണ്ണം വെക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസേൺ ആണെങ്കിൽ യു ഹാവ് ടു അഡ്രസ് ദാറ്റ് കൺസേൺ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഷുഗർ. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്. കുട്ടികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് ശരിക്കും ഇത് പ്രശ്നമാവുക. കാരണം എന്താണെന്നറിയോ, സ്നാക്സ് കൊടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റ്സ് ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഷുഗറിൻ്റെ അടുത്ത കാര്യം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പതുക്കെ മാനേജ് ചെയ്ത് തുടങ്ങുക. പിന്നെ വെൻ യു ഹാവ് ദി ഓപ്ഷൻസ് ആണ് പ്രശ്നം. ഇപ്പോൾ ജിലേബി, ലഡു ഇതുപോലുള്ള കുറേ ബിസ്ക്കറ്റ്സ് ഒക്കെ മേടിച്ച് വെക്കുന്ന വീടാണ്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കൊച്ചിനെ വിശക്കണം എന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കുന്ന മാത്രമല്ല, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചോദിക്കും, നിങ്ങളൊക്കെ ഇത് കഴിച്ചല്ലേ വളർന്നത്, അപ്പൊ നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ കുഴപ്പമുണ്ടല്ലോ, കുഴപ്പമുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയും അഡൾട്ട് ലേണിംഗ് പ്രിൻസിപ്പളിലെ നമുക്ക് ആക്ച്വലി അവരെ പോയി ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവരുടെ ഈ ബേബി ബ്ലൂമേഴ്സിന്റെ പ്രശ്നം വെച്ചാൽ അവർ ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നിട്ട് ഷുഗറിനെ പോലെ അല്ലല്ലോ എന്താ ഷുഗർ, എന്റെ കാർബൺ കണ്ടന്റ് കൂടിയിട്ടില്ലേ, അത് സാച്ചുറേറ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അവരെ പേടിപ്പിച്ചാൽ മതി എന്നാണ് പ്രാക്ടിക്കൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഷുഗർ ചില ആൾക്കാർ കരിപ്പെട്ടി ശർക്കരയാണ് കൊടുത്തോളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോഴൊക്കെ കുറച്ച് ഒരു ശകലം ഈ പറയുന്ന പോലെ കൊടുക്കുക, അങ്ങനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ഫുള്ള് കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനല്ല അത് കറക്റ്റ് പറയേണ്ട, ഡയറ്റീഷ്യൻ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ വെയിറ്റ് അനുസരിച്ചിട്ടാണ്, BMI നോക്കിയിട്ടാണ് അതിനെ റെഡിയാക്കേണ്ടത്. കമ്മിങ് ടു ദ സ്ക്രീൻ, ഞാനും താനും ജീവിക്കുന്ന ലോകത്തിൽ സ്ക്രീൻ ഇല്ലാതെ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ബാലൻസിങ്. ഇനി ഒരു വലിയ ഐഡിയ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം എന്താന്നുള്ളത് പല ആൾക്കാർക്കും അറിഞ്ഞൂടാ. സ്ക്രീൻ ടൈമിനെ കുറിച്ച് എന്താ ശിവലയ്ക്ക് തോന്നിയിട്ടുള്ളത്? എന്താണ് സ്ക്രീൻ ടൈം ആയിട്ട് പറയാ? നമ്മൾ ഒരു സ്ക്രീനിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു ടൈം എത്രയാണോ അതാണ് നമ്മുടെ സ്ക്രീൻ ടൈം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരാളടുത്ത് വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. ഇപ്പം എൻ്റെ മോനെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് സംസാരിക്കുക, അത് സ്ക്രീൻ ടൈം ആണോ? അല്ലല്ലോ. കാരണം അവിടെ ഇന്ററാക്ഷൻസ് അല്ലേ. ഇപ്പോൾ മൊണോട്ടോണസ് ആയിട്ട് വെറുതെ നമ്മളിങ്ങനെ ഇരുന്ന് എന്താ സംഭവിക്കണമെന്ന് പോലും മനസ്സിലാവാതെ ഇരിക്കുന്നതാണ് സ്ക്രീൻ ടൈം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇത് TV വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹാപ്പനിങ്. പക്ഷെ ആ സെയിം സമയത്ത് അമ്മ കൂടെ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അച്ഛൻ കൂടെ പോയിരിക്കുകയാണ്, വേണ്ട അമ്മൂമ്മ കൂടെ പോയിരിക്കുകയാണ്, അപ്പം അവിടെ ഇന്ററാക്ഷൻ ഉണ്ട്. സൂപ്പർവൈസ്ഡ് ഗൈഡഡ് സ്ക്രീൻ ടൈം ഒരു കുഴപ്പമില്ല. നമുക്ക് കറക്റ്റായിട്ട് യുനിസെഫിന്റെ ചാർട്ട് ഉണ്ട്. അതായത് 0 to 2 0 സ്ക്രീൻ ടൈം ആണ്. 3 to 5 എന്ന് പറയുമ്പോഴത്തേനും ലെസ് ദാൻ 1 hour, ഹാഫ് ആൻ അവറും പിന്നെ 1 hour പറയുന്നത്. 6 to 12 ആകുമ്പോൾ 2 hours, 12 മുകളിലേക്ക് 3 hours ആയിട്ട് പറയാം ഇൻ എ ഡേ. മനസ്സിലാവുണ്ടോ? അവിടെ ഞാൻ എക്സ്ട്രാ പറയുന്ന 2-3 റൂൾ എന്ന് പറയുന്നത്, ഒന്ന് സ്ക്രീൻ റൂളാണ്. അതായത് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്നതിനകത്ത് നിന്ന് ഒരു 3 times ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ. ഐ ലെവല്. അതായത് ചില കുട്ടികളെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും നോക്കുക, അപ്പോഴാണ് പോസ്ചറിന് പ്രശ്നം. പിന്നെ സ്ക്രീനിൻ്റെ ക്വാളിറ്റി, ലൈറ്റിംഗ് എന്ന് പറയുന്നത് റൂമിൻ്റെ ലൈറ്റിങ്ങാണ്. ഇപ്പോൾ അവിടെ ആണ്, ഇപ്പം നമുക്കിവിടെ ലൈറ്റ് വരുന്നത് ഇവിടെ നിന്നാണല്ലോ, ഇവിടെയാണ് സ്ക്രീൻ വെച്ചിരിക്കുന്നത്, ഒന്നും കാണില്ല. അപ്പൊ ലൈറ്റ് എപ്പോഴും പുറകിൽ നിന്ന് വേണം വരാൻ. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് കുട്ടിക്ക് ഈ സ്ക്രീൻ കൊടുക്കുന്നതെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമില്ലെന്ന് ഞാൻ പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെച്ചു കൊടുക്കാൻ കോച്ച് വരണമെന്ന് വിചാരിക്കരുത്. ഈ സമയത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഞാനൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലയൺ കിങ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. 10,000 തവണയിലും കണ്ടിട്ടുണ്ട്. ഓരോ തവണയും ഞങ്ങൾ പോസ് ചെയ്യും. ഞങ്ങൾ 1 മണിക്കൂർ നൈസ്, അത് നല്ലതാണല്ലോ, റൈഡറിന്റെ കൂടെ നടക്കാമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ അതെങ്ങനെയാ കാണുക? ഈ 1 മണിക്കൂറൊക്കെ 1 മണിക്കൂർ 20 മിനിറ്റൊക്കെ സിനിമ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ സിനിമ 3 മണിക്കൂർ തീരില്ല. എന്താന്ന് വെച്ചാൽ അമ്മ റൈഡർ അങ്ങനെ പോയത്, അപ്പൊ ആ ബൗബ ഇങ്ങനെ ചെയ്ത ക്യാരക്ടേഴ്സ് അപ്പൊ നമ്മൾ പോസ് ചെയ്യും. എന്നിട്ട് പറയും അതെന്താണെന്നറിയോ, അവിടെ നിന്ന് അങ്ങനെ വിളിച്ചില്ലേ, അപ്പോൾ റെഡ് സിഗ്നൽ വന്നിട്ട് അവർ പോയില്ലല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ യു ഹാവ് ടു ഗിവ് ദം ദ ഡിസ്ക്രിപ്ഷൻ.
ആണല്ലേ, വീണ്ടും പ്ലേ ചെയ്യുക. ഇങ്ങനെയാണ് സ്ക്രീൻ ടൈം മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഇൻറ്ററാക്ഷൻ ആണ്, അവിടെ ഇമാജിനേഷൻ ഉണ്ട്. മനസ്സിലായി. ഇപ്പം കാത്തു പൂപ്പി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിലും കാത്തു പൂപ്പിയുടെ അപകടം കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായത് പേടി. അമ്മ എനിക്ക് ഞാൻ ഒത്തിരി എൻ്റെ ചേട്ടൻ്റെ മോള് കുഞ്ഞായിരിക്കുമ്പോഴാണ് കാത്തു പൂപ്പിനെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ആ പാട്ട് മാത്രമേ അറിയത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് കണ്ടിട്ട് അറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് പറഞ്ഞാണ് പേടി, എന്തു പറഞ്ഞാലും പേടി. അങ്ങനെ ഞാനിരുന്ന് ഹിസ്റ്ററി എടുത്ത് അവസാനം കാത്തുവിനകത്ത് കുറെ പേടി എലമെന്റ്സ് ഉണ്ട്. അതെ അല്ലേ. ഞാൻ എന്നിട്ട് എനിക്ക് ഒരു രക്ഷയും കിട്ടുന്നില്ല, എവിടെന്നാന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഞാനിരുന്ന് കാത്തു കാണാം. അപ്പം എനിക്ക് മനസ്സിലാവും അമ്മ എനിക്ക് പേടിയാവുന്നു. അത് ഭയങ്കര ഹൈപ്പിലാണ് പറയണേ. അപ്പം അത് കേട്ട് കുട്ടിക്ക് അതൊരു ഹരമായിട്ട് മാറി. മനസ്സിലാണ്ടോ? അതിന് ആപ്പടെ 2.5 വയസ്സുള്ള അതിന് എന്ത് മനസ്സിലാവാനാ. അപ്പം പിന്നെ അതിങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേടിയാവുന്നു, എന്തിനും പേടിയാവുന്നു പറയുമ്പോൾ അമ്മയുടെ അടുത്ത് എക്സ്ട്രാ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അറ്റൻഷൻ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് പറയില്ലേ. പേടിയാവുന്നു പറയുമ്പോൾ മോനൊരു അറ്റൻഷൻ കൊടുത്താൽ പിന്നെയും പറയില്ലേ. അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതനുസരിച്ച് വേണം. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ കുട്ടി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അപ്പോൾ നിങ്ങളത് കാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴോ ട്രാവൽ ചെയ്യുമ്പോഴോ കേൾക്കെങ്കിലും ചെയ്യുക, എന്നിട്ട് വെച്ചു കൊടുത്തോ. അപ്പം അറ്റ്ലീസ്റ്റ് ഇത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എവിടുന്നാന്നെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ ഇത് എന്നാലും എവിടെ നിന്ന് ഇത് കിട്ടി എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. ഇങ്ങനെ ആകുമ്പോൾ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ഡിനൈ ഒരു കാര്യം വേണ്ടാന്ന് പറയുമ്പോഴാണ് കൂടുതൽ അത് കിട്ടാനുള്ള ത്വര ഉണ്ടാവുക. ദാറ്റ്സ് ട്രൂ. പിന്നെ അത് മാത്രമല്ല, അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു ഫ്രീഡം കിട്ടുന്ന സമയത്ത് അവർ ഡിനൈ ചെയ്ത സാധനങ്ങളെല്ലാം എടുക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ എല്ലാത്തിനും OTT ആണെങ്കിലും കുട്ടികളുടെ പ്രൊഫൈൽസ് ഉണ്ടാക്കാൻ പറ്റും. അവരുടെ കൂടെ ഇരിക്കുക. അപ്പൊ പ്രൊഫൈലിൽ വരുമ്പോൾ ഡിസ്നി ആണെങ്കിൽ അവിടെ ഒരു ഓർഡർ ഉണ്ട്. U ഉണ്ട്, 7+ ഉണ്ട്, 12+ ഉണ്ട്, യങ് അഡൽട്സ് ഉണ്ട്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ 1, 2, 3 മൂവീസ് എടുത്തിട്ട് ഇതിനകത്ത് ഏതാ കാണുക എന്ന് അതേ ഓപ്ഷൻ കൊടുക്കാം. അത്രേ കൊടുത്താൽ മതി. അല്ലാതെ അത് വേണോ ഇത് വേണോ, ദാറ്റ്സ് നോട്ട് ഓക്കെ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്. പിന്നെ ടൈമിങ്. അപ്പോൾ ചില ആൾക്കാർ പറയും 20 മിനിറ്റ്സ് എന്നൊന്നും പറഞ്ഞാൽ നടക്കൂല മാം. 7 ഇയേഴ്സ് ആവാണ്ട് പിടിക്കുമല്ലോ. കറക്റ്റ്. അതായത് 7 ഇയേഴ്സ് എങ്കിലും ആവാതെ കോൺസെപ്റ്റ് ഓഫ് ടൈം മനസ്സിലാവില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, എൻ്റെ 5 മിനിറ്റ് ആണോ ഷിംലയുടെ 5 മിനിറ്റ് അല്ല അല്ലേ? 5 മിനിറ്റ് എന്ന് പറഞ്ഞ ചില ആൾക്കാർ 1 മണിക്കൂർ പോലെ എടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നം എന്നറിയോ, എന്നോട് 5 മിനിറ്റ് ഇപ്പം എന്നോട് പറയണേ ഞാനൊരു ബ്രേക്ക് എടുക്കട്ടെ, ഒരു 3 മിനിറ്റ് ഞാനിപ്പോൾ വരാം. കറക്റ്റ് ഞാൻ 3 മിനിറ്റിൽ ഇവിടെ അനങ്ങാതിരിക്കും. 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ വരിക പോലെ 3 മിനിറ്റ് കഴിഞ്ഞല്ലോ, എന്താ വരാത്തത്? നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റ് ടൈം ഡിഫറെൻ്റ് ആണ്. ഇപ്പം 3 മിനിറ്റ് എന്ന് താൻ പറയുന്നത് എന്തോ ഒരു കാര്യം ഉണ്ട്, തീർത്തിട്ട് വരാത്തുള്ളൊരു ഐഡിയയിലാണ് ആ 3 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും കുട്ടിക്ക് മനസ്സിലാവില്ല. ഒരു 7.5, 8 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേ പറയും. ഇപ്പം ചിലപ്പോൾ എൻ്റെ മോൻ പറയാറുണ്ട്, അമ്മ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മ 10 മിനിറ്റാണല്ലോ എടുത്തതെന്നൊക്കെ. ഇങ്ങനെയാണ് എനിക്ക് റിഫ്ലക്ഷൻസ് ഉണ്ടാവുക. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും സൂചി വെച്ചിട്ട്, അല്ലെങ്കിൽ വാച്ച് ഗ്ലാസ് അറിയില്ലേ, അതായത് ഈ സാൻഡ് കമ്മത്തിൽ വെക്കുന്ന, അതായത് ഒരു സാധനം വെച്ചു, ഈ വലിയ ഹാൻഡിൽ ഈ 12 ഓടി 5-ലെത്തുമ്പോൾ അമ്മ TV നിർത്തും. അപ്പോൾ നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ വഴിക്ക് പോയിട്ട് 5-ലാവുമ്പോഴത്തേനും ഓടി വന്നാൽ ശരിയാവില്ല. 2-ലാവുമ്പോൾ പറയണം ദേ 2-ലെത്തിട്ടോ. പിന്നെ 4-ലാവുമ്പോൾ ഒന്നും കൂടെ പറയാം ദേ 4-ലേക്ക് ആയിട്ടോ. പിന്നെ പോകണ്ട കേട്ടോ. ഈ 4-ന്ന് 5 ആവണം, ഒരു 5 മിനിറ്റിൻ്റെ കാര്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കുക. കീപ്പ് ഓൺ ഗിവിങ് ദം റിമൈൻഡേഴ്സ്. ചിൽഡ്രനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിമൈൻഡേഴ്സ് കിട്ടുമ്പം അവർക്ക് ഈ ഐഡിയ അവരുടെ ബ്രെയിനിൽ കംപ്ലീറ്റ് ആയിട്ട് സെഡിമെൻറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി, ഇങ്ങനെ റെഡിയായി. ദേ നീഡ് എ ലോട്ട് ഓഫ് ട്യൂണിങ് ആൻഡ് കണ്ടീഷനിങ്. ഇങ്ങനെ ആകുമ്പോൾ മനസ്സിലാവും. ആൻഡ് ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഇവർ കണ്ടിന്യൂസ്ലി ഡു ദിസ്. ഇന്ന് ചെയ്തതുകൊണ്ട് നാളെ ചെയ്തില്ലെങ്കിൽ ആർക്കും മനസ്സിലായില്ല, മനസ്സിലാവില്ല. അങ്ങനെയാണ് കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ഇങ്ങനെയാണ് അതിനെ ഗൈഡ് ചെയ്യുക. അല്ലാതെ ഫോൺ എടുക്കണ്ട. പിന്നെ ഞാൻ പറയും, ഒരു 12-13 ഇയേഴ്സ് ആയ കുട്ടികൾക്ക് പോലും സ്വന്തമായിട്ട് ഫോൺ എന്നുള്ളത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പം സ്കൂളിലെ പേർപ്പസ് ആണെങ്കിൽ, സ്കൂൾ പേർപ്പസിനാണെങ്കിൽ നിങ്ങൾ വളരെ ഇപ്പം ഐഫോൺ എന്ന് പറയുന്നത് എല്ലാ സെറ്റപ്പുള്ള അങ്ങനെ ഒരു ഫോൺ എന്തിനാ ഒരു 12 വയസ്സുള്ള കുട്ടിക്ക്? സ്കൂളിൽ നിന്ന് വരുന്ന കണ്ടന്റ് കാണുന്ന അത്രയല്ലേ ഉള്ളൂ. അപ്പം അതിനൊരു വെരി ബേസിക് ആയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? അങ്ങനെ ചെയ്യാം. അപ്പോഴും മോണിറ്റർ ചെയ്യണം. അപ്പം ഇവിടെ ഞാൻ പറയും, നിങ്ങൾക്കൊരു ടീനേജ് കുട്ടിയുള്ളതെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയും 24 മണിക്കൂറും ഫോൺ, ബാത്റൂമിൽ പോകുമ്പോഴും ഫോൺ കൊണ്ടുപോകും, കിച്ചണിൽ പോകുമ്പോഴും ഫോൺ കൊണ്ടുവന്നിട്ട് കുട്ടിയുടെ അടുത്ത് നീ അവിടെ, അത് നടക്കില്ല. ആദ്യം നിങ്ങൾ മാനേഴ്സ് പഠിക്കുക. ഫോൺ ഇപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്.
നിങ്ങളത് ചെയ്യുക. നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിനേക്കാൾ ഉപരി കാണിക്കുന്നതിനാണ് കാര്യം. ഇപ്പം ഞാൻ ഈ ഇത്രയൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോഴും ഒരു കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനോട് എങ്ങനെയാണ് പറയുക? അപ്പം അങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. പാരന്റിങ് ഈസ് ജസ്റ്റ് ഇവോൾവിങ് ആൻഡ് ലേണിംഗ് എവറി ഡേ. ഇപ്പോൾ എനിക്ക് തോന്നും കുട്ടികളിങ്ങനെ ഉണ്ടാവുന്ന കുട്ടികളിലും നമ്മുടെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പം സ്ക്രീനിനോട് അവർക്കൊരു ബേസിക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് ചിലപ്പം ചില കുട്ടികൾക്ക് ഇഷ്ടമില്ലായിരുന്നു, ചില കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ട്, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും ദേ ഹാവ് മേ ബി ബിക്കോസ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം നമ്മളും ഈ പറഞ്ഞതുപോലെ ആ ഒരു ട്രാപ്പിലാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം, ഫോർ വാട്ട് എവർ റീസൺ. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ എനർജി സ്പെൻഡ് ചെയ്യാൻ അവർക്കൊരു സ്പേസ് യൂഷ്വലി കുറവാണ്. അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ, അതായത് പുറത്തു പോയി കളിക്കുക, അങ്ങനെ എനർജി സ്പെൻഡ്. അപ്പം തന്നെ അവർ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് യൂഷ്വലി ഇരിക്കുമ്പോൾ ഒരു റെസ്റ്റ്ലെസ്നെസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതും പെട്ടെന്ന് ലേബൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് വെരി വെരി ട്രൂ. ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പെട്ടെന്ന് അങ്ങനെ പറയും. ഹൈപ്പർ ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ADHD ആണ് അങ്ങനെ പറയാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് നമുക്ക് അത് പാരൻസിന് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു വെർച്വൽ ഓട്ടിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓട്ടിസം സ്പെക്ട്രത്തിലെ മേ ബി ഏറ്റവും വലിയ പ്രോബ്ലമാറ്റിക് അല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ പോലും ഈ നെയിംസ് എല്ലാം പാരൻസിന് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. വെൻ സമൺ സേസ് ദാറ്റ് യുവർ ചൈൽഡ് ഇസ് ഹാവിങ് ADHD അല്ലെങ്കിൽ യുവർ ചൈൽഡ് ഇങ്ങനെ സ്പെക്ട്രത്തിലുണ്ട് അല്ലെങ്കിൽ ഒരു വെർച്വൽ ഇതുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഷോക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പം എന്താണ് എങ്ങനെയാണ് ഇതിനെ കോച്ച് നോക്കി കാണുന്നത്? എന്താ അറിയോ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ ചൈൽഡിനെ കുറിച്ച് നമ്മളെല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. നമ്മുടെ കുട്ടീനെ കുറിച്ച് വേറെ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ പാരൻസിനോട് പറയുന്നതിന് മുൻപ് സൈക്കോളജിക്കലി നമ്മൾ ഗൈഡ് ചെയ്തിട്ടേ പറയുള്ളൂ. അത് വെറുതെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയല്ല ചെയ്യുന്നത്. ദേ വിൽ ഗിവ് ഈ കൗൺസിലിംഗ് കൊടുത്ത് അവരെ റെഡിയാക്കിയ ഒരു സ്പേസിലാണ് ന്യൂറോ ഡൈവേർജൻസിൻ്റെ എന്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും പറയാം. അതാണ് പ്രോട്ടോകോൾ. എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ADHD തന്നെ ADD എന്ന് പറയും. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ മാത്രമായിട്ട് കാണാറുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് കാണാറുണ്ട്. ഇതും ഡിഫറെൻറ്റാണ്. ഇവിടെ ഇപ്പോൾ എന്നോട് വന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ റൂമിൽ മാത്രം കണ്ടൊന്നല്ല. നിങ്ങളുടെ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്ന് സമ്മതിച്ചു, നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നോട്ടീസ് ചെയ്യുക. ഇവനെ എവിടെയാണെങ്കിലും ഇത് കാണിക്കുകയാണെങ്കിലേ ഇതിനൊരു പോസിബിലിറ്റി ഉള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ ഹൈപ്പർ ആക്റ്റീവ് ആണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. സ്കൂളിൽ പോയാലും വീട്ടിൽ പോയാലും മാർക്കറ്റിൽ പോയാലും ഒരു ഫംഗ്ഷന് പോയാലും ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയാലും റെസ്റ്റോറൻറ്റ് പോയാലും അങ്ങനെ ഏത് സെറ്റിംഗ് ആണെങ്കിലും കുഞ്ഞ് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ സ്കൂളിൽ ഒരു രക്ഷയില്ല, വീട്ടിലൊരു കുഴപ്പമില്ല, അതെങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി ആവും? മനസ്സിലാവുന്നുണ്ടോ? ഇനി 7 വയസ്സ് വരെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ നീഡാണ്. ഇപ്പം നമുക്ക് പോലും എല്ലാവർക്കും ഉള്ള നീഡാണ്. അപ്പം 7 വയസ്സുള്ളൊരു കുട്ടിക്ക് അവൻ ആ അറ്റൻഷൻ കിട്ടുന്നില്ലെങ്കിൽ അവൻ കുറച്ച് കുരുത്തക്കേട് കാണിക്കില്ലേ? ഞാൻ ചോദിക്കണ അത് ആ സമയത്ത് കാണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ കാണിക്കാനാ? ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ബെഞ്ചിൻ്റെ മുകളിൽ നിന്ന് ചാടണം എന്ന്. ഞാൻ ചാടി എന്ത് പറയും എന്നെക്കുറിച്ച്? അതെൻ്റെ 7 വയസ്സുകാരന് 8 വയസ്സുകാരനല്ലേ സാധിക്കുള്ളൂ. അതിന് ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതൊരു ആസ്പെക്റ്റാണ്. ഇനി വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. അതായത് എനർജീനെ മാനേജ് ചെയ്യാന്നുള്ളത് പഴയ കാലം പോലെ അല്ല. സ്പേസ് ഇല്ല, ഓടിക്കിടക്കാൻ പറമ്പില്ല, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ചെയ്യേണ്ട, ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ചാൽ, വർക്ക് ഫ്രം ഹോമിൽ ഒരു കോർപ്പറേറ്റ് സെറ്റിങ്ങിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ഐ അണ്ടർസ്റ്റാൻഡ്, ജെനുവൻലി അണ്ടർസ്റ്റാൻഡ് എന്തൊരു സ്ട്രെസ്ഫുൾ ആണ് എന്നുള്ളത്. ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് എനിക്ക് മനസ്സിലായത്. അറിയോ, നമ്മളൊരു ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് അത്രയും നേരം നമുക്ക് അത് മാത്രമേ ചെയ്താൽ മതി. ഈ മാത്രമല്ല നമ്മൾ സോഷ്യലി കൂടെ അവിടെ ഇന്ററാക്ട് കാണും. ഈ വർക്ക് ഫ്രം ഹോമിന്റെ പ്രശ്നം എന്നറിയോ, നമ്മളെല്ലാം ചെയ്യണം. അതായത് കിച്ചണിലെ കാര്യങ്ങൾ ചെയ്യണം. ജോലിയാണോ ചെയ്യുന്നത്, വീട്ടിലാണോ ഉള്ളത്, രണ്ടും ചെയ്യുക എന്നുള്ളതാണ്. മറ്റേത് അവിടെ ആകുമ്പോൾ അത് മാത്രം ചെയ്താൽ മതി. ഇനി ആ സമയത്ത് വിസിറ്റേഴ്സും വരും. നീ വർക്ക് ഫ്രം ഹോം അല്ലേ, എന്താ കുഴപ്പം? അപ്പം എനിക്കത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ആൾക്കാർ നോക്കണ്ട എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുട്ടിക്ക് ഒബ്വിയസ്ലി ഫിസിയോളജിക്കലി അവർക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവണം. അതിന് നമ്മുടെ സ്പേസ് തന്നെ ധാരാളമാണ്. അതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, ഓട്ടം, ചാട്ടം, ഈ ഫ്രോഗ് ജമ്പിങ്, ഈ നമ്മുടെ അക്കുകളി, ഇത്രയും മൂവ്മെന്റ്സ് എങ്കിലും എല്ലാ ദിവസവും ചെയ്യണം, ഒരു 10-20 മിനിറ്റ്. ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ ഹോള് മതി. നമ്മുടെ ഹോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒരു
എത്ര സ്ഥലം ഉണ്ടാവും? ഒരു കുറച്ച് ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് പോട്ടെ, 700 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും നമുക്കൊരു ഹോളിൻ്റെ സ്പേസ് ഇല്ലേ ഉണ്ടല്ലോ. അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 റൗണ്ട് നടന്നാൽ മതി. അത് പക്ഷെ ഭയങ്കര പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ഞാൻ പറയും, നിങ്ങൾക്ക് സ്പേഷ്യസ് ഉള്ള, ഇപ്പം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, കോവിഡിൻ്റെ സമയത്ത് ഈ സെയിം സാധനം ആപ്ലിക്കബിൾ അല്ലേ ശരിയല്ല, പുറത്ത് പോകാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബെഡ് മേടിക്കും, ഒരു കുഞ്ഞ് ബെഡ്. അതിനൊരു അധികം പൈസ ഒന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്തല്ലേ, ബ്രോഡ്വേ പോയി 200-300 രൂപയ്ക്ക് ഒരു കുഞ്ഞ് ബെഡ് കിട്ടും. അതിനെ കൊണ്ടുവരിക, അതിനെ താഴെ ഇടുക, ഈ ബെഡ് കയറി നിന്നിട്ട് കുഞ്ഞിനെ മക്കളെ കൊണ്ട് അതിൻ്റെ മുകളിൽ താഴേക്ക് ചാടിക്കുക. ഒരു 10-20 തവണ ജമ്പ് ചെയ്യുമ്പോഴത്തേന് അവർക്ക് അടിപൊളിയായിരിക്കും. ഇതൊന്ന് പില്ലോ ഫൈറ്റ്സ് ചെയ്താൽ മതി. നമുക്ക് എല്ലാവരുടെ വീട്ടിലും ബക്കറ്റ് ഉണ്ടല്ലോ, ബക്കറ്റ് എടുക്കുക, എംപ്റ്റി ബക്കറ്റ് കൊണ്ടുപോയി നമ്മുടെ സിറ്റ് ഔട്ടിലോ ഹോളിലോ ബെഡ്റൂമിലോ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് കൊച്ചിനെ കെട്ടി ഒന്നില്ലെങ്കിൽ ബെഡിൻ്റെ മുകളിൽ ഇരുത്തുക, അല്ലെങ്കിൽ താഴെ ഇരുത്തുക, എന്നിട്ട് ബാസ്ക്കറ്റ് ചെയ്യാൻ പറയാം. ഇതും ഓടണം. ഇവിടെ ഒരുപാട് ഫോക്കസ് വേണം, അറ്റൻഷൻ വേണം. അപ്പം അതിൻ്റെ കൂടെ നമ്മളും കൂടും. ഇങ്ങനെയൊക്കെ മതി, ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇങ്ങനെ ചെയ്താൽ പിന്നെ ബോൾ, അപ്പം എല്ലാവരും പറയും ബോൾ മേടിക്കണ്ട. ഇനി അതാ പ്രശ്നമെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുക, ചുരുട്ടുക, സെല്ലോ ടേപ്പ് ഉണ്ടോ ഒട്ടിക്കുക, ഒരു ബോളായി. ഇനി ഒരു ചട്ടുകം വീട്ടിലുണ്ടോ, ബാറ്റായി. ഇതിനൊക്കെ ആവശ്യമുള്ളൂ. ഐ ആം എ പേഴ്സൺ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ടോയ്സ്. ഞാൻ ഒരു ടോയ് ഷോപ്പിൽ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മൾ ടോയ്സ് കൊളാബറേറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണ്. എനിക്ക് ടോയ്സ്, ഐ എം എഗെയിൻസ്റ്റ് ടോയ്സ്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വീട്ടിൽ കളിക്കാനുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നമ്മൾ എന്തോരം ടോയ്സ് കൊച്ചിനെ മേടിച്ചു കൊടുത്താലും കുട്ടി നമ്മുടെ കിച്ചണിൽ പോകുന്നു, പാത്രത്തുണ്ട്. അപ്പം അത് വെച്ചിട്ട് കളിക്കുക. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ എനർജീനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിതിന് കുറച്ച് എഫേർട്ട് ഇടണം എന്നുള്ളതാണ് കാര്യം. അത് ചെയ്യാതെ കാര്യമില്ല. പിന്നെ സ്പേസ്, ഇപ്പം അപ്പാർട്ട്മെൻ്റ് ഒക്കെ താഴെ കുറച്ച് സ്പേസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഐഡിയോളജിയിലാണ് പ്രശ്നം. അതായത് പണ്ടൊക്കെ ഞാൻ എത്രയോ പറമ്പിൽ ഓടിക്കളിച്ചതാണ്, അതിന് ഇപ്പം ആലോചിക്കണേ. ഇപ്പം അങ്ങനത്തെ പറമ്പൊന്നും ഇല്ലല്ലോ. ദർ ഇസ് നോ കമ്പാരിസൺ. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഇവരുടെ എനർജീനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, യു ഹാവ് ടു ലെറ്റ് യുവർ ചൈൽഡ് ബോർഡ്. ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ ഐ വാണ്ടഡ് ടു ആസ്ക്. ബിക്കോസ് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന കംപ്ലൈന്റ് ആണ് ബോറടിക്കുന്നു. എനിക്ക് ബോറടിക്കുന്നു. ഇപ്പൊ അവരുടെ സ്ക്രീൻ ടൈം കഴിഞ്ഞു, ഇന്ന് അവർക്ക് സ്ക്രീൻ ടൈം ഇല്ല. മേ ബി വി ആർ ബിസി. നമുക്ക് അവരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല നമ്മൾ ഇരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ കൂടെ കളിക്കാനുള്ള ആൾക്കാർ വരുന്നത് ഈവനിങ് ആയിരിക്കും. അതുവരെ ചിലപ്പോൾ ഒരു 4 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ ഇനി അവർക്ക് സ്ക്രീൻ ടൈം ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേൾക്കും. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ എപ്പോഴും കേൾക്കും, ബോറടിക്കണം എന്ന് പറയണത്. അപ്പം ഞാൻ വിചാരിക്കും, ഓ മൈ ഗോഡ്, എന്തായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഈ കാലഘട്ടത്തിൽ? എന്താണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുക? ദാറ്റ്സ് ലൈക്ക് എ ബിഗ്ഗസ്റ്റ്. എന്താണെന്നറിയോ, ഈ സെയിം ഗോസ് ടു ദ ഗിൽറ്റ്. അതായത് എൻ്റെ മോൻ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് കണ്ടിന്യൂസ്ലി ബോറടിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഗിൽറ്റ് അടിക്കും. ദൈവമേ, ഞാൻ ജോലി ഉള്ളത് കൊണ്ടല്ലേ, ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് ഇരിക്കാത്തത് കൊണ്ടല്ലേ. അല്ലല്ലോ, അവന് ബോറടിക്കുക എന്നുള്ളത് അവൻ ഭയങ്കര ഹെൽത്തി ആയതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. കുട്ടികൾക്ക് ഞാനത് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് പറയണതായിട്ട് തോന്നും. നമ്മൾ എന്ത് മേടിച്ചു കൊടുത്താലും നമ്മുടെ കുട്ടികൾ ഹാപ്പി അല്ല. കുട്ടികൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ വാശി, എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാശി പിടിക്കുകയാണ്. നമ്മളെന്തെങ്കിലും പറയുന്നത് അവർ കേൾക്കാൻ പോലും ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട് മോൾസ് എന്നൊക്കെ വലിച്ചുകൊണ്ട് പിള്ളേരെ പോകുന്നത് കണ്ടിട്ടുണ്ട്, കാലേ തൂക്കി പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അൺമാനേജബിൾ ആയിട്ടുള്ള വാശിയുള്ള കുട്ടികളും മാനേജബിൾ ആയിട്ടുള്ള രണ്ടും ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഏജിൽ നമ്മൾ വാശീനെ മാനേജ് ചെയ്യുക? ടാൻട്രംസ് ആസ് ഇറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 17 to 18 മന്ത്സിലാണ്. ടാൻട്രംസിന് എപ്പോഴും ഒരു റീസൺ ഉണ്ടാവും. കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ പറ്റും ഇത് കാരണമാണെന്ന്. മെൽറ്റ് ഡൗൺസിന് മോസ്റ്റ്ലി ദർ വിൽ ബി നോ റീസൺസ്. എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതാണ് 2 കേസസ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. സാധാരണ കുട്ടികൾ, വേറെ കുഴപ്പമൊന്നുമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന 3 റൂൾസാണ്. ടാൻട്രം ഉണ്ടാകുമ്പോൾ ഉറക്കത്തിൻ്റെ കുറവുണ്ടോ, വിശക്കുന്നുണ്ടോ, മടുത്തിട്ടുണ്ടോ. ആദ്യം ഏത് കുട്ടിയാണെങ്കിലും ടാൻട്രം കാണിക്കാൻ തുടങ്ങുമ്പോൾ ആസ് എ പാരൻറ്റ് യു തിങ്ക് ദീസ് 3. ഓക്കെ, ഇത് റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ടാൻട്രം പോയിക്കോളും. ഇനി ഇതൊന്നുമല്ല നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ടാൻട്രം. അപ്പോൾ ചോദിക്കേണ്ടത്, ഡിഡ് യു സെറ്റ് ദ ഫൗണ്ടേഷൻ? നമ്മൾ എവിടെ പോവാണ്, എന്താണ് ചെയ്യാൻ പോകുന്നത്, അവിടെ എന്തായിരിക്കും അറ്റ്മോസ്ഫിയർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ഓക്കെ, അതായത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, കുട്ടികൾ ഭയങ്കര റൊട്ടീൻ വേണ്ട ആൾക്കാരാണ്.
അപ്പം നിങ്ങളിപ്പോൾ മോളിൽ പോവുകയാണെങ്കിൽ തന്നെ മോളിൽ എന്ന് പറയുന്ന വീടിൻ്റെ ഒരു സെറ്റപ്പ് അല്ലല്ലോ, ഒത്തിരി മനുഷ്യരുണ്ടാവും, ലൈറ്റ്സ് വരെ ചില കുട്ടികൾക്ക് ലൈറ്റ്സ് ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ന്യൂറോ ഡൈവേർജൻസ് ഒന്നും അല്ല, സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ പറയും പറ്റുകയാണെങ്കിൽ പോയിന്റ് ടു ദ പോയിന്റ്, എത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ചെയ്തതിന് ശേഷം എന്നിട്ടും ഇങ്ങനെ വരികയാണെങ്കിൽ ദ തിങ് ഈസ് സിമ്പിളാണ്. അതായത് മിമിക്കിംഗ് എന്ന് പറയും, അതായത് മിററിങ് യുവർ ബ്രെയിൻ ന്യൂറോൺസ്. ഈ കുട്ടി എന്ന് പറയുന്ന ആളുടെ അമിഗ്ഡൈലയിലാണ് ഇമോഷൻസ് എല്ലാം ഉള്ളത് കേട്ടോ. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു, ഇതിങ്ങനെ പുറത്തേക്ക് പോവാ. ഇത് മാനേജ് ചെയ്യാനുള്ള എന്താ പറയുക ലോജിക്കൽ ബ്രെയിൻ ഇവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ ഇരുന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കാമായിട്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ പോകുന്നു, ട്രാൻസ്ഫോമേഴ്സ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അപ്പം എന്താ ചെയ്യുക? അവിടെ ഇരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഹാംലീസിലൊക്കെ ആണെങ്കിൽ സ്റ്റൂൾ ഉണ്ടാവും, വലിച്ചവിടെ ഇടുക, എന്നിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് അവർ നോക്കുക, മെയിൻറ്റെയിൻ ദി ഐ കോണ്ടാക്ട്. അത് കഴിഞ്ഞിട്ടാണ് ടച്ച്. എന്തിനാ ഇപ്പം ഇത്? കുറച്ചുകൂടി ഓൾഡർ ആണെങ്കിൽ 7 years ഒക്കെ ആണെങ്കിൽ യു ഫ്രെയിം ക്വസ്റ്റ്യൻസ്. അതിൻ്റെ താഴത്തേക്കാണെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. അതിൻ്റെ താഴത്തേക്കാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സംസാരം, മിണ്ടാതിരിക്കുക. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, ഒട്ടും തിരക്ക് എനിക്കില്ല എന്ന് അവർക്ക് മനസ്സിലാവണം നമ്മുടെ ജസ്റ്ററിനകത്തുനിന്ന്. അവിടെ ഇരിക്കുക. എന്നിട്ട് കരയട്ടെ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മേത്ത് കയറി നമ്മളെ അടിക്കാൻ നോക്കും, അല്ലെങ്കിൽ മുടി പിടിച്ച് വലിക്കുകയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ജെന്റ്ലി ഹോൾഡ് ദിയർ ഹാൻഡ്സ്. പറ്റുകയാണെങ്കിൽ ഹഗ് ചെയ്ത് പിടിക്കുക, റബ് ദിയർ ബാക്ക്, പാക്ക് ദിയർ ബാക്ക്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് ഈ ലോജിക്കൽ ബ്രെയിൻ ഇല്ലല്ലോ. അപ്പോൾ ഇമോഷൻസിനെ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ അറിയില്ല ഒറ്റയ്ക്ക്. അതിനാണ് അവർ കരയുന്നത്. ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനാണ് അവർ കരയുന്നത്. കരഞ്ഞോട്ടെ. ഇനി ഉരുണ്ട് കരയുന്നു, ബഹളം കരയുന്നു എന്ന് പറയുന്നത് അറ്റൻഷൻ കിട്ടുമോ എന്ന് നോക്കുന്ന. അപ്പം നിങ്ങൾക്ക് ഐ വുഡ് സേ പാരൻസിന് ആക്ച്വലി ടേക്ക് ദി അതോറിറ്റി. നിങ്ങൾ സ്റ്റാഫിനോട് അല്ലെങ്കിൽ ആൾക്കാരോട് പറയുക, ജസ്റ്റ് ലീവ് അസ്, കുറച്ച് സമയം തരൂ, എന്നിട്ട് പറയാം. അപ്പോൾ അവർ ചിലപ്പോൾ നോക്കിക്കാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് വൈ യു ആർ ദെയർ പാരന്റ്. മനസ്സിലാവുന്നുണ്ട്? ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിനെ അങ്ങനെ തന്നെ എടുക്കുക. മുകളിലൊക്കെ ആണെങ്കിൽ നഴ്സിംഗ് റൂം ഉണ്ട്, ബേബി റൂം ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോട്ടെ റെസ്റ്റ് റൂം ഉണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങളെ നോക്കാനും ജഡ്ജ് ചെയ്യാനും അവിടെ ആരും ഇല്ല. ഇപ്പോൾ ചില സ്ഥലത്ത് ഞാൻ പറയും, വണ്ടിക്കാണ് വന്നതെങ്കിൽ ടേക്ക് ദ ബേബി ടു ദ കാർ. നിങ്ങൾ അവിടെ ഇരിക്കൂ, ഇത് സോർട്ട് ചെയ്യുന്നത് വരെ നിങ്ങളുടെ പ്രശ്നം എന്താ? ജഡ്ജ്മെന്റ്സ് അല്ലേ? ഇവിടെ ഇപ്പോൾ ആരും നിങ്ങളെ കാണുന്നില്ലല്ലോ. അവിടെയും ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലാവണം. ഇപ്പം എൻ്റെ പ്രോബ്ലം ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്താണ്? അവിടെ നിന്ന് മാറുക എന്നുള്ളതാ. അതല്ല എൻ്റെ പ്രശ്നമെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ യു ഹാവ് ടു ഫിഗർ ഔട്ട്. ഈ ടാൻട്രംസ് കാണുമ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ പറയും, പേഴ്സണലി കോച്ച് ചെയ്യുമ്പോൾ ഞാൻ അതാണ് ഫോക്കസ് ചെയ്യുക. ഇപ്പം ആസ് എ മദർ എൻ്റെ അടുത്ത് വന്ന് പറയാൻ എനിക്ക് ടാൻട്രം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് കണ്ടുപിടിക്കണം. അവരെ കൊണ്ട് തന്നെ പറയിക്കുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒച്ച ഭയങ്കര ട്രിഗറിങ് ആയിരിക്കും. ചിലപ്പോൾ ഇതിങ്ങനെ കിടന്ന് കരയുമ്പോൾ അവരുടെ തന്നെ കുട്ടിക്കാലത്തെ ഹെൽപ്ലെസ്നെസ് ആയിരിക്കും അവർക്ക് ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു നല്ല അമ്മയല്ല അതുകൊണ്ട് ആണെന്നുള്ളതായിരിക്കും. സോ യു ഹാവ് ടു അഡ്രസ് വാട്ട് ഇസ് എ തിങ് ഇസ്. ഐഡിയൽ വേ ഓഫ് മാനേജിങ് ദ ടാൻട്രംസ് എന്ന് പറയുന്നത് ലെറ്റിംഗ് ദം വെൻഡ് ഔട്ട് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവരുടെ അടുത്ത് ഇരിക്കുക, മെയിൻറ്റെയിൻ ദ ഐ കോണ്ടാക്ട്, അല്ലെങ്കിൽ ടച്ച് ചെയ്യുക, റബ്ബ് ചെയ്യുക, അവരെ സമാധാനമായിട്ട് കരയാൻ സമ്മതിക്കുക. ഒരു 10-20 മിനിറ്റ് കരഞ്ഞ് കഴിയുമ്പോൾ ദിൽ ബി ഫൈൻ. ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ഫുള്ള് വെന്റിലേഷൻസ് കഴിയുമ്പോൾ എന്തിനാ കരുതുന്ന പോലും ഓർമ്മ ഉണ്ടാവില്ല. അതിന് മുകളിലേക്കുള്ള ആൾക്കാരാണ്. ബട്ട് ഐ വുഡ് സേ ഡോണ്ട് ഗോ ബൈ ദി ഏജ്, ഓൾവേസ് ഗോ ബൈ ദ മെച്യൂരിറ്റി. അവരുടെ സംസാരിക്കുക, ഇതിപ്പോൾ ആവശ്യമുള്ള കാര്യമാണോ? ആൻഡ് ദെൻ ഇഫ് യു ഹാവ് ഞാൻ എപ്പോഴും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് ദർ ഇസ് എ പർപ്പസ് ക്ലിയർ ആയിട്ട് പറയാണ് എങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അത് പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അതപ്പോൾ ഫോർ എക്സാമ്പിൾ, അമ്മ എനിക്ക് ഇത് തന്നെ വേണം, അതിൻ്റെ കാരണം ഇതാണ്, ഇത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളും റോങ് ആവാം എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പം അപ്പോഴും ഞാൻ പറയും, നിങ്ങളുടെ അടുത്ത് അത്രയും പൈസ ഇല്ലെങ്കിലോ, അപ്പോൾ ബൈ സം ടൈം മക്കളേതെ, എനിക്കിത് മനസ്സിലായി, ഐ വിൽ ഗെറ്റ് യു ദിസ്, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്ര ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് മോശമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ എന്താ പഠിപ്പിച്ചെന്നല്ലോ, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും വേണ്ടത് ഗ്രാറ്റിഫിക്കേഷൻ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരു സാധനം ചോദിച്ചു അപ്പം തന്നെ കിട്ടി. നമ്മൾ ഡിലേ ചെയ്യണം. അപ്പോഴാണ് കുട്ടികൾക്ക് പേഷ്യൻസ് ഉണ്ടാവുക. ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയാറില്ലേ, ഒരു സാധനം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് നിങ്ങൾ ഡിലേ ചെയ്യൂ, ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യൂ. അപ്പോൾ പ്രശ്നം. വെറുതെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ദിസ് ഗോസ് ടു ഗ്രാൻഡ് പാരന്റ്സ് ഓൾസോ. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ വീക്കെൻഡ് തരാന്നൊക്കെ പറഞ്ഞ സാധനം നമ്മളെ വീട്ടിലെത്തുമ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടാവും, തീർന്നു. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. അതൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ കോച്ച്, ഇപ്പം വളരെ ജനറലായിട്ട് കണ്ടുവരുന്നത് കുട്ടികളെപ്പോലെ അല്ലാതെ ബിഹേവ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ എല്ലാവരും വലിയവരാണ്,
കുട്ടികൾ സംസാരിക്കുന്നവർ വരിയിൽ സംസാരിക്കുന്ന ഉം, ഉം, ടോപ്പിക്സ് ആണ്. ഉം, കുട്ടികൾ 5 വയസ്സാണെങ്കിൽ ഒരു ടീനേജറെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഉം, സംസാരിക്കുന്നതിൽ ഇപ്പം നമുക്ക് 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 കുട്ടികളോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി ഒക്കെ വളരെ പെട്ടെന്ന് അവർ ഷട്ട് ഡൗൺ ചെയ്ത് ഉം, കളയും. അതായത് ഉം, ഉം. ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ലൈക്ക് യു ഡോണ്ട് ഈ ട്രീറ്റ് മീ ലൈക്ക് എ പൂക്കി ഫേസ് ബേബി. വേണ്ട അതല്ലേ? അതായത് എന്നെ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഉം. എന്നെ അങ്ങനെ ബേബി എന്ന് വിളിക്കരുത് ആ യെസ് എന്നൊക്കെ യെസ്. നമ്മൾ പറയുന്നത് കേൾക്കും. ആ ഹാ ഹാ. അപ്പം പാരൻറ്റിങ്ങിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് കണ്ടീഷനിങ് നടക്കുന്നുണ്ട്. ഉം, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിലും ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ആണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും എല്ലാം ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. ഉം. അപ്പോൾ ഇത് ശരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇവോൾവിങ് ആണോ? ഉം. ബിക്കോസ് ഐ ഫൈൻഡ് സംവെയർ കുട്ടികളുടെ ഇക്യൂം ഭയങ്കര കൂടുതലാണ്. ലൈക്ക് ദെയർ ഇമോഷണൽ കോഷ്യൻ്റ് ഇസ് വെരി ഹൈ പണ്ടുള്ള ആൾക്കാരെ വെച്ച്. അതായത് ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷെ കൂടുതലാണ്. ഞാനൊരു സിനിമയിൽ വർക്ക് ചെയ്തൊരു കുട്ടി, ഷി വാസ് വെരി യങ്, പക്ഷെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു അഡൾട്ടിനെ മാതിരിയായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഇല്ലേ, നമ്മൾ അങ്ങനെ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അത് ഹെൽത്തി ആണേ. പക്ഷെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം ബാല്യം എന്നുള്ളതാണ്. ഈ ബാല്യം എന്ന് പറയുന്നത്, ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫേസാണ്. അങ്ങനെ ഇരിക്കാൻ ആ സിറ്റുവേഷനിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ പറയുമ്പം ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, മൂത്ത കുട്ടികളുടെ കാര്യത്തിൽ പാരൻറ്റിഫൈഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആയിരിക്കും. കാരണം അനിയനും അനിയത്തിയും അല്ലെങ്കിൽ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് ചൈൽഡ്ഹുഡ് ഇല്ല. അവർക്ക് അങ്ങനെ കുട്ടിത്തം അല്ലെങ്കിൽ അവരുടെ ചാബല്യങ്ങൾ കാണിക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ആവണേ. പിന്നെ ഞാൻ പറയും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ലൈക്ക് നമ്മളിപ്പോൾ ഈ ജനറൽ പാരൻറ്റിങ് അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു പരിധി വരെ കുട്ടികളുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്, സോ വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബിഹേവ് അക്കോർഡിംഗ്ലി. ഈ ബിഹേവ് അക്കോർഡിംഗ്ലിയിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം അവർ കുട്ടിയാന്നുള്ളതാണ്. അതിപ്പോൾ 7 വയസ്സിലാണെങ്കിലും 5 വയസ്സിലാണെങ്കിലും നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ജസ്റ്റ് ചുമ്മാ ഞാൻ പറയാം, ഒരു 5 വയസ്സുകാരനെയും കൊണ്ട് നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എന്താ, ഇവനൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യിച്ചിട്ട് ഞാൻ പോവാണ്, ഇവരെല്ലാവരും വിധിക്കാൻ പോകണം, ഞാൻ ഈ കൊച്ചിനെ എങ്ങനെ നോക്കിയെന്നാണ്. അവിടെ നമ്മൾ ഒരിക്കലും അവരെ കുട്ടിയായിട്ട് വിടാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ മനസ്സിലാവും, അടങ്ങിയിരിക്കും മോനെ, നിനക്ക് വേറെ എന്ത് വേണമെങ്കിലും വീട്ടിൽ പോയിട്ട് നീ കാണിച്ചോ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. അത് കണ്ടിന്യൂസ് ആകുമ്പോഴേ കുട്ടിക്ക് തന്നെ ഫീൽ ചെയ്യും അതിനല്ല വാലിഡിറ്റി കിട്ടുന്നത്, ഇതിനാണെന്ന്. ഒരു പരിധി വരെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പാരൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ്, ഞാൻ വളരെ മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴാണ് എൻ്റെ പാരൻറ്റ് എന്നെക്കുറിച്ച് ഹാപ്പി ആവുന്നത്. ദേ ആർ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ് എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടിക്ക് കാണിക്കില്ലല്ലോ. ഇപ്പോൾ ഷിബ്ല പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ പോലും ആ കുട്ടിയെക്കുറിച്ച് അവരുടെ പാരൻസ് ഭയങ്കര പ്രൗഡായിരിക്കും അല്ലേ. ഷീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ്, ഷീ ഈസ് വെരി കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് എന്നല്ലേ നമ്മൾ പറയാ. അതിന് എൻ്റെ കുട്ടാ നീ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടെന്ന് പറയില്ലല്ലോ. അതാണ് ഒരു വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് മനസ്സിലായി. നമ്മൾ എങ്ങനെ തോന്നുന്നത്. കണ്ടീഷൻ ചെയ്യുന്നു എന്നുള്ളത് മാറ്റേഴ്സ്. ഇത് പറഞ്ഞില്ലെങ്കിൽ പോലും ഉണ്ട്. ബിഫോർ എൻഡിങ് ഇറ്റ്, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആസ്ക് വൺ തിങ്. അതായത് ഇസ് ദർ ഗുഡ് പാരൻസ് ആൻഡ് ബാഡ് പാരൻസ് എന്നുള്ള? ബിക്കോസ് പാരൻറ്റിങ്ങിൽ പല ആൾക്കാരും പലതും അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഇൻഡിവിജ്വൽ നീഡ്സും കുട്ടികൾക്ക് ഉണ്ടാവും. ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് വേറൊരു കുട്ടീനെ. അപ്പോൾ ഇപ്പം ഈ അതോറിറ്റേറിയൻ അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിനൊക്കെ അപ്പുറത്തേക്ക് ഹെലികോപ്റ്റർ പാരൻറ്റിങ്, അങ്ങനെ കുറേ ന്യൂ വേർഡ്സും ന്യൂ ടേംസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല പാരൻറ്റ്, മോശം പാരൻറ്റ്. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്, അപ്പോൾ ഇന്ന വേ അത് നമ്മുടെ പാരൻസിന് ഒരു ഗിൽറ്റ് കൊടുക്കുന്ന പോലെ, ലൈക്ക് ദേ ഡിഡ്ന്റ് ഡു സംതിങ് റൈറ്റ് എന്നുള്ള പോലെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ അവരുടെ ബെസ്റ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് കോച്ചിനോട് ചോദിക്കേണ്ടത്, അങ്ങനെ ഈസ് ദ ഗുഡ് പാരൻസ് ആൻഡ് ബാഡ് പാരൻസ്? ഗുഡ് പാരൻസ് ബാഡ് പാരൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അഗെയിൻ സബ്ജക്റ്റീവ്. ഇപ്പോൾ എനിക്ക് ആസ് എ ചൈൽഡ് അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ അത് ഞാൻ കൺസിഡർ ചെയ്യട്ടെ. ദാറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് മൈ പാരൻസ് പാരൻറ്റിങ്. എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ്. ഇപ്പം എൻ്റെ മക്കളെ ഇപ്പം ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കുള്ള എല്ലാ റിസോഴ്സസും ഇൻഫർമേഷനും വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലാണല്ലോ നമ്മളെല്ലാവരും പാരൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ചിലപ്പോൾ തെറ്റിപ്പോവാം. ചിലപ്പോൾ ഈ പാരൻറ്റിങ് ആയിരിക്കില്ല നമ്മുടെ കുട്ടിക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് പറയാലോ മൈ മമ്മ വാസ് എ വെരി ബാഡ് മദർന്ന്. അത് അയാളുടെ പേഴ്സ്പെക്റ്റീവാണ്. അതുകൊണ്ട് ഞാൻ ബാഡോ ഗുഡോ ആവുന്നില്ല. പക്ഷേ ഇവിടെ ടോക്സിറ്റി ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി ബഹളം വെച്ചതുകൊണ്ട് ഒരു കാര്യം ഡിനൈ ചെയ്തതുകൊണ്ട് ഞാൻ ടോക്സിക് ആയിപ്പോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ടോക്സിക്. ഓക്കെ, ടോക്സിക് ഡിഫൈൻ ചെയ്യണം. അത് അത്ര തന്നെ ഈ ബാഡ് പാരൻറ്റിങ്ങിലും ഗുഡ് പാരൻറ്റിങ്ങിലും ഒക്കെ ഉള്ളൂ. ഒരു കാര്യം എന്നുള്ളത് ഏറ്റവും എന്തിനേക്കാളും ഉണ്ടല്ലോ പോണതിന് മുമ്പേ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾ ബേസിക്കലി ഒരു മനുഷ്യനാണ്.
വേറൊരു ഇൻഡിവിജ്വലും ആ കൂടിയാണ്. വേറൊരു ഇൻഡിവിജ്വൽ ആണ്, നമ്മുടെ പക്ഷേ ഭാഗം ഒന്നും ചോട്ടുമായി പോയിന്നുള്ളൂ. മനസ്സിലാവുന്നു, നമ്മുടെ അത്രയും വലിപ്പമില്ല, കുട്ടിയാണ്. യൂഷ്വലി നമ്മൾ നമ്മുടെ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുമല്ലോ. ദാറ്റ് ഇസ് നമ്മുടെ ഭാഗം, എന്റെ എന്താ സത്തയുടെ സത്ത എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് കേൾക്കണ ഇസ് നോട്ട് റൈറ്റ് അല്ലേ? അവര് അങ്ങനെയൊക്കെ വേറൊരു ഇൻഡിവിജ്വൽ. വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പോലെ സ്പേസും വെക്കാൻ പറ്റാത്തത്. അവർ ഗ്രോ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടാകും, അവരുടെ പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകും, അവരുടെ ഡിസ്ലൈക്സും ലൈക്സും ഉണ്ടാകും, പ്രിഫറൻസസ് ഉണ്ടാകും. ചില സമയത്ത് പറയും അമ്മ ഈ ചെയ്യുന്നത് മഹാമോശമാണ്. അതെടുക്കാൻ പറ്റുന്നിടത്താണ് നിങ്ങൾ ആസ് എ പാരൻറ്റ് ഗുഡ് ആവുന്നത്. ആ പാരന്റ് ഈഗോ മാറ്റി വെക്കും. കറക്റ്റ്. അല്ലാതെ അതല്ലാതെ ഈ ഗുഡ് അല്ലെങ്കിൽ ബാഡ് എന്നുള്ള ലേബിൾസിലേക്ക് ഒന്നും പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഐ ഓൾസോ ഷുഡ് താങ്ക് യു. ഇറ്റ് വാസ് വെരി നൈസ് ടോക്കിംഗ് ടു യു. നല്ല രസമായിട്ട് ഇങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകലുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.